പ്രിലിംസിന്റെ സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞിട്ട് വന്ന കമന്റ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഇനിയുള്ള സ്റ്റേജസിൽ എഴുതാനുള്ളവരെല്ലാവരും ഒത്തിരി പേര് ഇപ്പൊ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതും ഇതിന്റെ അപ്പുറവും വന്ന് കമന്റ് ഇടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നെ ഗുഡ് സെൻസ് ആണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും എക്സാം എളുപ്പം. അപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്തുവാ, എവിടുന്ന് തുടങ്ങണം എന്നുള്ളവർ കുറെ പേരുണ്ടായിരുന്നു. ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരൊറ്റ പ്ലേലിസ്റ്റ് ഇട്ടത്. അപ്പൊ ആ പ്ലേലിസ്റ്റ് മാത്രം നിങ്ങൾക്ക് മതി. അപ്പൊ നിങ്ങൾക്ക് പ്രിലിംസ് മറികടക്കാൻ പറ്റും. അപ്പൊ സമയമുണ്ടായ കമന്റ്സ് എടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ്, അത് പ്രതീക്ഷ തരും, വിശ്വാസം തരും. അപ്പം കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റിനുള്ളതാണ് ആദ്യത്തെ പടം. കണ്ടോ, ഇത് ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയും. കാണാവോ, കളർ ബ്ലൈൻഡ് ആയവർക്ക് ഇത് ഫുൾ നമ്പേഴ്സും വായിക്കാൻ പറ്റത്തില്ല. ഓക്കെ, 25 അറിയത്തില്ല, 8, 56, 29, 45. ഞാൻ പാസ്സായി കേട്ടോ. ഇതേപോലെ നിങ്ങൾ പാസ്സായില്ലോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. ശരി, ഇത് ക്വസ്റ്റ്യൻ തെറ്റാ പോട്ടെ. അപ്പം ഇഷിഹാര ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇത് റിപ്പീറ്റഡ് ചോദ്യം. അപ്പം നമുക്ക് റിലേറ്റഡ് ആയിട്ട് SCRT-യിലെ ബോക്സുകൾ ഉൾപ്പെടെ SCRT എവിടുന്ന ചോദിച്ചതെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? ഏതാ നോക്കിയ, വൃക്കാധമനി. കണ്ടോ, അപ്പം രക്തം വൃക്കയിലെത്തുന്നു വൃക്കാധമനി വഴി ആണല്ലോ. ഇനി അടുത്ത വൃക്കാസ്ഥിര കണ്ടോ അല്ലേ? എന്തേ, മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം, വൃക്കാസ്ഥിര, റീനൽ വെയിൻ. ഇത് കണ്ടല്ലോ, ഇവിടുന്ന് വായിച്ച് പഠിച്ചിട്ട് പോകണം. ഇത് വായിച്ചിട്ട് പോണേ. ഇനി അടുത്തതിലോട്ട് നമ്മൾ പോകുക. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് നോക്കാം. നോക്കിക്കേ, കണ്ണിന്റെ ലെൻസില് ഇത് ടെക്സ്റ്റിൽ അതേപോലെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതും റിലേറ്റഡ് നോക്കണം. കളർ ബ്ലൈൻഡ്നെസ് കണ്ടോ അല്ലേ? ഇതാണ് നമ്മൾ ആദ്യം കണ്ടിട്ട് വന്നേ. ഇഷിഹാര ടെസ്റ്റ് പറയത്തില്ലേ? ഓക്കെ, ഇഷിഹാര ടെസ്റ്റ്. കോൺ കോശങ്ങളിൽ തകരാറ് മൂലം ചിലർക്ക് പച്ചയും ചുവപ്പും നിറങ്ങൾ. അപ്പം കോൺ കോശങ്ങളാണ്. ഓക്കെ, റോഡ് സെൽസ് ഉണ്ട്, കോൺ സെൽസ് ഉണ്ട്. കോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കളർ ബ്ലൈൻഡ്നെസ് ആണല്ലോ. ഇനി ഗ്ലോക്കോമ എന്തായിരുന്നു? പ്രഷർ അല്ലെ? പ്രഷർ കാരണമാണ് ഈ ഗ്ലോക്കോമ എന്നുള്ള അസുഖം കണ്ണിന് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കാറ്ററാക്ട് ഉണ്ടോ? ലെൻസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നു, അതാര്യമാകുന്നത് മൂലമാണ് കാറ്ററാക്ട് ഉണ്ടാകുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്, ചെങ്കണ്ണ് എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ, എന്തേ, നമ്മുടെ ബാക്ടീരിയ, വൈറസ് എന്നിവയൊക്കെ കണ്ണിങ്ങനെ തിരുമിയൊക്കെ വരത്തില്ല, ഏതാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സെറോപ്താൽമിയാണ്. ഇവിടെ എന്താ പ്രത്യേകത അറിയാം? വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണിത് അല്ലെ? നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തതയും സെറോപ്താൽമിയും ഓർത്ത് വെച്ചോണം, വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. ടെക്സ്റ്റിലത്തെ അതേപോലെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. അപ്പൊ നോക്കിക്കേ, ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗം ഏത്? അത് പ്രസ്ബയോപ്പിയാണ്. സെറോപ്താൽമി അല്ലല്ലോ, അത് വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. നമ്മളിപ്പോ കണ്ടതല്ലേ? അപ്പോഴേ ഒന്ന് തെറ്റാകുമ്പോൾ ഒന്നുള്ളതൊക്കെ ഇവിടെ ക്യാൻസൽ ചെയ്യാമല്ലോ. കാരണം ഇവിടെ എന്താ ചോദ്യം ചോദിച്ചേക്കുന്നത്? ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണെന്നല്ലേ? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണോ? നമ്മൾ എയുടെ ഇപ്പൊ SCRT ടെക്സ്റ്റിൽ കണ്ടിട്ട് വന്നേ. അപ്പൊ രണ്ടുള്ളതും തെറ്റാ. ഇവിടെ രണ്ടുണ്ട്, അതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇതായിരിക്കും. ഇനി ഇത് വായിച്ചു നോക്കിക്കേ. കണ്ണിനുള്ളിലെ മർദ്ദം, പ്രഷർ മൂലമാണ് ഗ്ലോക്കോമ ഉള്ളത്. ലെൻസിന്റെ അതാര്യമാകുന്ന ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നത് കാരണമാണ് തിമിരം ഉണ്ടാവുന്നത്. ഓക്കെ, ഇതൊന്ന് വായിച്ച് പോസ് ചെയ്ത് വായിച്ചേ പോകാം. ടെക്സ്റ്റിലത്തെ കുറെ സംഭവങ്ങൾ ഇതേപോലെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, അടുത്തത് ജൈവ വൈവിധ്യം എന്ന പദം ഉപയോഗിച്ച് നോക്കിക്കേ. വാൾട്ടർ ജി റോസർ ആണ്. ഓക്കെ, വാൾട്ടർ ജി റോസർ കണ്ടല്ലോ, ടെക്സ്റ്റിൽ അതേപോലെ ഉണ്ട്. ഇനി ഇതൊന്ന് പഠിച്ചിട്ട് പോകണം. നിങ്ങൾ പ്രിലിംസ് പാസ്സാവുന്ന ഉറപ്പായല്ലോ, മെയിൻസിലേക്കും കൂടെ ആയിട്ട് ഇത് വെച്ചോണം. അത് മാത്രമല്ല, ഇത്തവണ ഫേസ് 1 വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഫേസിലൂടെ വരും. ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലപ്പോട്ടെ ചെറിയ ഡിഫിക്കൽറ്റി കൂടിയ പോലത്തെ സ്റ്റേറ്റ്മെന്റ്സ്. ഇനിയുള്ള ബാക്കി 3 ഫേസുകാരും സേഫ് ആവും, അല്ലെങ്കിൽ ബാക്കി 2 ഫേസുകാരും സേഫ് ആവും. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. നോക്കിക്കേ, ന്യൂട്രോഫിൽ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബേസോഫിൽ ആണെങ്കിൽ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഓക്കെ, ന്യൂട്രോഫിൽ ബാക്ടീരിയ വിഴുങ്ങുന്നു, ബേസോഫിൽ ആണെങ്കിൽ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഇസ്നോഫിൽ ആണെങ്കിലോ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. അലർജിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടില്ലേ? അതായത് ഫോറിൻ ബോഡീസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഈ ഇസ്നോഫിൽ കൂടും അല്ലേ? അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ എണ്ണം കൂടുന്നതാണ്. ഇനി മോണോസൈറ്റ് ആണെങ്കിലോ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. എന്നാൽ ന്യൂട്രോഫിൽ എന്തായിരുന്നു? ബാക്ടീരിയ. മോണോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇനി ന്യൂട്രോഫിൽ ആണെങ്കിൽ ബാക്ടീരിയ. ബേസോഫിൽ ആണെങ്കിലോ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ? ലിംഫോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ പ്രത്യേകം തരം തിരിച്ച് നശിപ്പിക്കുന്നു. ഇത്രയും പഠിച്ച് ന്യൂട്രോഫിൽ പഠിക്കണം. ഇപ്പം ബേസോഫില്, ഇസ്നോഫില്, മോണോസൈറ്റിന് പ്രയോറിറ്റി. ടെക്സ്റ്റിൽ അടുത്ത ഭാഗത്ത് കിടക്കുന്നത്. അപ്പൊ അവിടുന്ന് ഈ ചോദ്യം കണ്ണു പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ചോദിക്കാം കേട്ടോ. ഇനി നോക്കിയേ, അൽഷിമേഴ്സ് ഇന്ന് ചുമ്മാ വായിച്ചു വെച്ചാൽ മതിയെ. ന്യൂറോണുകൾ നശിക്കുന്ന മൂലം ഉണ്ടാകുന്നതാണ്, ഓർമ്മ പോകുന്നതാണ് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി പാർക്കിൻസൺസ് ആണെങ്കിലോ ഡോപ്പമിൻ പ്രൊഡക്ഷൻ നിൽക്കുന്നു, അതൊരു പ്രത്യേക കാരണമാണ്. പിന്നെ ഗാംഗ്ലിയോണുകളുടെ നാശമാണ് കാരണം. പാർക്ക് ചെയ്യാൻ നമ്മൾ ഗ്യാങ് ആയിട്ടാണ് പോയി വണ്ടി പാർക്ക് ചെയ്തതെന്ന് ഓർത്താലും മതി. ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമാണ് പാർക്കിൻസൺസ്. അത് മാത്രമല്ല ഡോപ്പമിൻ പ്രൊഡക്ഷൻ
കുറയുന്നു അല്ലെ. എന്നാൽ ന്യൂറോണുകൾ നശിക്കുന്നതാണെങ്കിൽ അൽഷിമേഴ്സും ആണ്. ഇനി നോക്കിക്കേ, ക്രമരഹിതമായിട്ടുള്ള വൈദ്യുതി പ്രവാഹം മൂലം ഉണ്ടാകുന്നതാണ് അപസ്മാരവും. പോസ് ചെയ്യുക, വായിക്കുക, പഠിക്കുക. ഇതൂടെ ന്യൂട്രോഫിൽ ആണ് ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു. പിന്നെ മോണോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഈസ്റ്റോഫിൽ ആണെങ്കിൽ ഫോറിൻ ബോഡി എന്ത് എൻ്റർ ചെയ്താലും അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. ബേസോഫിൽ ആണെങ്കിൽ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഇത്ര ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. പഠിച്ചിട്ട് പോണേ കേട്ടോ. ഇനി ഇതുകൂടെ നോക്കിക്കോ, എംഫിസീമ. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചോദിക്കും ആ ടെക്സ്റ്റിൽ അടുത്ത ഭാഗത്ത് കിടക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇട്ട് പോകുന്ന ഒരാൾ അടുത്ത കണ്ണ് അവിടെ പോയെങ്കിൽ ഇങ്ങനെ തന്നെ വരും. അത് ഇസ്നോഫിൽ എന്താ, അല്ലെ സോറി, എംഫിസീമ എന്തായിരുന്നു? എംഫിസീമ കണ്ടോ, ഇലാസ്തികത. ഓക്കെ, നമ്മുടെ ലങ്സിനുള്ളിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചോണേ, വായിച്ചിട്ടേ പോകാവൂ. ഇനി നോക്കിക്കേ, കരൾ, ലിവർ, എന്തേ, പിത്തരസം അല്ലെ. ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത് പിത്തരസമാണ് അല്ലെ. എന്നാൽ നമ്മുടെ പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ആണെങ്കിലോ ആഗ്നേയരസവും അല്ലെ. ആഗ്നേയരസം, ഇൻസുലിൻ ഒക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും അതേപോലെ ചോദിക്കും. ഇനി ഇമ്പോർട്ടന്റ് പെപ്സിൻ, പ്രോട്ടീനിൽ ആക്ട് ചെയ്യുന്നു അല്ലെ. പെപ്സിൻ പ്രോട്ടീനിന്റെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, പെപ്സിൻ പ്രോട്ടീൻ, പെപ്സിൻ പ്രോട്ടീന്. ലിപ്പേസ് ആണെങ്കിൽ കൊഴുപ്പിന് കേട്ടോ, ലിപ്പേസ് ആണെങ്കിൽ കൊഴുപ്പിന്. ഓക്കെ, ലിപ്പേസ് ആണെങ്കിൽ കൊഴുപ്പിനെയും. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ PS ചോദിച്ചത് നമ്മുടെ വയറ്റിൽ അല്ലെ, ആമാശയത്തിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതിന്റെ pH വാല്യൂ ചോദിക്കാറുണ്ട്. 1.5 to 3 point something pH ആണ്. ഇത് നോക്കി വെച്ചോണം, ഇത് കമന്റ് ചെയ്യണേ. ഇപ്പൊ പെപ്സിൻ ആണെങ്കിൽ പ്രോട്ടീനിൽ ആക്ട് ചെയ്യുന്നു, ലിപ്പേസ് ആണെങ്കിൽ കൊഴുപ്പ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിലുള്ളതാണ്. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുമല്ലോ അല്ലെ. ഇത് നോക്കി വെക്കുമല്ലോ. ലിവർ ആണെങ്കിൽ പിത്തരസം, ഇനി നമ്മുടെ പാങ്ക്രിയാസ് ആണെങ്കിൽ ആഗ്നേയരസം. ഓക്കെ, ബേസ് കാര്യങ്ങളാണ്. ഇതൊന്നും നോക്കിക്കേ. എറിത്രോസിൻ വെരി വെരി റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ആണ്. എറിത്രോസിൻ ആണെങ്കിൽ ചുവപ്പ്, ചുവപ്പ് കളർ ആണെങ്കിൽ എറിച്ച് നിൽക്കും, ചുവപ്പ് കളർ ആണെങ്കിൽ എറിച്ച് നിൽക്കും, എറിത്രോസിൻ ചുവപ്പ് നിറം കേട്ടോ. പിന്നെ വാനിലൊക്കെ ആണെങ്കിൽ ഫ്ലേവർ ആണ്. ഇനി ടാർട്രസിൻ നോക്കിക്കേ, ടാർട്രസിൻ മഞ്ഞ കളറാണ് കേട്ടോ. ടാർട്രസിൻ മഞ്ഞ കളർ. ഡ്രസ്സിൽ ടാർ പറ്റിയെന്ന് വല്ലതും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിനിപ്പോ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. അപ്പം ടാർട്രസിൻ, ടാർട്രസിൻ മഞ്ഞ. ഓക്കെ, എറിത്രോസിൻ എറിച്ച് നിൽക്കും, ചുവപ്പ്. ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പഠിക്കണം കേട്ടോ. പിന്നെ ഇത്രയും മതി. ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, എന്നാലും നിങ്ങൾ ബാക്കിയൊന്നും വിടല്ല. ഡക്ടിലിറ്റി ആണെങ്കിൽ എന്താണെന്നറിയുമോ, ലോഹങ്ങളെ വലിച്ചു നീട്ടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഡക്ടിലിറ്റി ലോഹങ്ങളെ വലിച്ചു നീട്ടുന്നു. റിപ്പീറ്റഡ് ചോദ്യമാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ പാളികളാക്കുന്നു കേട്ടോ. അതിനെ മാലബിലിറ്റി എന്നും പറയും. ഇപ്പൊ ഡക്ടിലിറ്റി വലിച്ചു നീട്ടുന്നു, അടിച്ചു പരത്തുന്നതാണെങ്കിൽ മാലബിലിറ്റിയും പറയും. ഇനി ഈ പല്ലുകളുടെ ചോദിച്ചേക്കുന്നത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് റെഫറൻസിന് വെച്ചേക്കോ ടെക്സ്റ്റിലത്തെ. അതേപോലെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് എടുക്കത്തുള്ളൂ ഇത് വായിക്കാൻ. പോസ് ചെയ്ത് വായിച്ചിട്ട് പോണേ കേട്ടോ. ഇതേ 32 പല്ലുകൾ കാണപ്പെടുന്നു. ചോദിച്ചതാ, 2024 ചോദ്യമായിരുന്നത്. ഇനി കോൺവെക്സ് ദർപ്പണം. ഞാൻ ബൈക്ക് ഓടിച്ചു, വേണ്ട നിങ്ങൾ ബൈക്ക് ഓടിച്ചു പോവുക. ബൈക്ക് അല്ല സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ എക്സ് പോകുന്നത് വഴി, ഇപ്പൊ എക്സ് പോകുന്നത്. അപ്പൊ നമ്മൾ റിയർ വ്യൂ മിറർ വഴിയാണ് എക്സിനെ നോക്കുന്നത്. അപ്പൊ കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ റിയർ വ്യൂ മിറർ ആണ് യൂസ്. റിപ്പീറ്റഡ് ചോദ്യം. ഇനി കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഷേവിംഗ് മിറർ ആണ്. ഷേവ് ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ അകത്തോട്ട് കയറി ഒരു വലിയ കേവ് ഫോം ചെയ്യുമെന്ന് ഓർത്താൽ മതി. അങ്ങനെ ഒന്നും ഓർക്കണമെന്നില്ല, പറയുക. കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഷേവിംഗ് മിററും ടോർച്ചിന്റെ റിഫ്ലക്ടറും ഒക്കെ കോൺകേവ് ആണ്. ഓക്കെ, എന്നാൽ പ്ലെയിൻ മിറർ ആണെങ്കിൽ മുഖം നോക്കാനും ഉണ്ട്, കലീഡിയോസ്കോപ്പ് നിർമ്മിക്കുന്നതുമുണ്ട്. ഓക്കെ, കാലിഡിയോസ്കോപ്പിന് നിർമ്മിക്കുന്നതിനും ഈ പ്ലെയിൻ മിററാണ് ഉപയോഗിക്കുന്നത്. ഇത് മൂന്നെണ്ണം പെട്ടെന്ന് കിട്ടില്ല കുറഞ്ഞ നേരം കൊണ്ട്. അതെ, ഇത്രയും കണ്ടിട്ട് പേടിക്കണ്ട, ഇനിയുള്ള എല്ലാ എക്സാമിനും ഇത് യൂസ്ഫുൾ. അതുകൊണ്ടാണ് ഈ അഡീഷണൽ ആയിട്ടുള്ള കൊണ്ടുവന്നത്. ഇതിന്റെ അപ്പുറം ഒന്നും വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ പറയുക, ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. റിലേറ്റഡ് കുറച്ച് വീഡിയോകളിലൂടെ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ ഒരു 5 വീഡിയോ അല്ല 6 വീഡിയോ ഉള്ളൂ. 6 വീഡിയോ ഉള്ളൂ. ഇത് കണ്ടിട്ട് ധൈര്യമായിട്ട് വെക്കും. ഇതോടെ നോക്കിക്കേ, നീല ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ചുവപ്പ്, ആസിഡിൽ നോക്കുമ്പോൾ ചുവപ്പാവും കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റിലത്തേതാണ്. ആന്തോസയാനിൻ ചുവപ്പ്, ആന്തോസയാനിൻ ചുവപ്പ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാ. ആന്തോസയാനിൻ ചുവപ്പാണ്. നമ്മൾ ഇതിനു മുമ്പ് എറിത്രോ പറഞ്ഞില്ലേ, അത് ചുവപ്പ് നിറം നൽകുന്നു. അത് വേറെ. ഇവിടെ നോക്കിക്കേ, ആന്തോസയാനിൻ ചുവപ്പ്. രണ്ടും കൂടെ റീകോൾ ചെയ്ത് പോണേ. കാരോട്ടിൻ കണ്ടോ, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. മഞ്ഞയ്ക്ക് കരോട്ടിൻ പറഞ്ഞ് PS റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതും അല്ലെ, കാരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഈ നമ്മുടെ കാരോട്ടിൻ. ആന്തോസയാനിൻ ആണെങ്കിൽ ചുവപ്പാണ്, സാന്തോഫിൻ ആണെങ്കിൽ മഞ്ഞ നിറമാണ്. ഇത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ വായിക്കണം. ഇതിന് ടോപ്പ് പ്രയോറിറ്റി കേട്ടോ. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്,
അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഡെയിലി 10-30 ലൈവ് ക്വിസ് ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ നിങ്ങളെപ്പോലെ വന്ന് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ട്, സർക്കാർ ജോലിക്ക് തന്നെ. അപ്പൊ അവരും വന്ന് ഗൈഡൻസ് ഒക്കെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് തരും. സിമ്പിൾ ആണ്, ഫ്രണ്ട്ലി ആണ്, ഭയങ്കര പവർഫുൾ ആണ്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്തേക്കണം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്ത് നോക്കിയേ, ഇത് വായിച്ചിട്ട് പോണേ. പ്ലാസന്റ് ആണ്. പ്ലാസന്റ് കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇത് ഇങ്ങനെ കാണുമ്പോഴേ ഉറപ്പായിട്ട് ഇത് സ്റ്റേറ്റ്മെന്റ് പാടാണ്. ഒരു ഡിഗ്രി പ്രിലിംസ് 10th പ്രിലിംസിന് വരേണ്ടതല്ല എന്റെ അറിവിൽ ഈ ചോദ്യം. ഇനി ഇത് നമുക്കിത് വായിച്ചിട്ട് വരാം. ടെക്സ്റ്റിൽ ഇത് കിടപ്പുണ്ട്. ഇനി ഇത് എന്ന് വന്നാലും ഇത് ഈ കണ്ണിൽ PSCക്ക് ഇപ്പൊ പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷങ്ങളെല്ലാം നിരന്തരമായിട്ട് വരും. ഗ്ലൈക്കോളിസിസ് കണ്ടോ, 1ാം ഘട്ടമാണ് സെല്ലുലാർ റെസ്പിറേഷൻ കേട്ടോ. കോശ ശ്വസനത്തിലത്തെ 1ാമത്തെ സ്റ്റേജ് ആണ് ഗ്ലൈക്കോളിസിസ്. 2ാമത്തെ കർബ് സൈക്കിൾ. ഇങ്ങനെ ഓർക്കാമല്ലോ. അപ്പൊ ഗ്ലൈക്കോളിസിസ് 1. ഇവിടെ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കുവാണ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുവാണ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുക. 2 ATP തന്മാത്രകൾ ലഭിക്കും. 2 ATP. ഇപ്പൊ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് നടക്കുന്നു അല്ലെ, ഗ്ലൈക്കോളിസിസ് സ്റ്റേജ് ആണ്. അവിടെ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുന്നു. 2 ATP. ഇവിടെ എന്താ, ഓക്സിജൻ ആവശ്യമില്ല. പ്രത്യേകം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുന്നു. 2 ATP. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുന്നു. 2 ATP. ഓക്സിജൻ ആവശ്യമില്ല. 2ാമത്തതാണ് കർബ് സൈക്കിൾ. ഈ പൈറൂവിക് ആക്കിയതിനെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. ആദ്യത്തേത് ഗ്ലൂക്കോസ് പൈറൂവിക് ആക്കുന്നു അല്ലെ. ഇവിടെ പൈറൂവിക് എന്തായി മാറുന്നു, ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. ഇവിടെ 28 ATPയും കിട്ടുന്നു. ഇത് കർബ് സൈക്കിളാ. 28 ATP കർബ് സൈക്കിളാ. ഓക്കെ, 28 ATP ആണ് കർബ് സൈക്കിളിൽ കിട്ടുന്നത്. ഗ്ലൈക്കോളിസിസിലോ 2 ATP അല്ലെ. കർബ് സൈക്കിളോ 28 ATP. ഗ്ലൈക്കോളിസിസിലോ 2 ATP. കർബ് സൈക്കിൾ ആണെങ്കിൽ 28 ATP. ഇനി ഓക്സിജൻ ആവശ്യമില്ലാത്തത് എവിടെയായിരുന്നു? ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ ആവശ്യമില്ല. ആൻഡ് ഈ ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിൽ വെച്ചാണ് ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് അല്ലെ. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുന്നു. 2 ATP കിട്ടുന്നു. ഓക്സിജനെ ആവശ്യമില്ല. കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി കർബ് സൈക്കിൾ ആണെങ്കിലോ 28 ATP കിട്ടുന്നു. പൈറൂവിക്കിനെ ഹൈഡ്രജനും ജലവും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. 28 ATP കിട്ടുന്നു. ഇത് ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലും ആണ്. ഇത്രയും കണ്ടല്ലോ. ഇത്രയും കുറച്ച് നേരം കൊണ്ട് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഒന്നുകൂടെ ബാക്ക് അടിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് പോയി വായിക്കാം. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച. അത് നമ്മൾ വായിച്ചിട്ട് വന്നു. 1ാമത്തേൽ കോശദ്രവ്യത്തിൽ വെച്ചാണ് അല്ലെ. 2 ATP കിട്ടും. ഓക്സിജൻ ആവശ്യമില്ല. പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അത്രയല്ല, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, 2ാം ഘട്ടം 2ാം ഘട്ടം എവിടെയാണ് നമ്മൾ പറഞ്ഞത്? മൈറ്റോകോൺട്രിയാണ്. അതുകൊണ്ട് ഇത് തെറ്റല്ലേ അല്ലെ. ഈ 2ാം ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 28 ATP അല്ലെ, ജലവും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആക്കി പൈറൂവിക് ആസിഡിനെ മാറ്റുന്നു. മൈറ്റോകോൺട്രിയയിൽ ഒക്കൂർ ചെയ്യുന്നു. കർബ് സൈക്കിളാണ് 2ാമത്തെ. അതുകൊണ്ട് 1ാമത്തെ തെറ്റായില്ലേ. ഓക്കെ, അപ്പൊ ഒന്നുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. 1 പോയുള്ളൂ, പോട്ടെ. ആദ്യഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് ഓക്സിജൻ ആവശ്യമാണ് അല്ലെ. ഓക്സിജൻ ആവശ്യമാണോ? അല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് തെറ്റാ. അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ആദ്യഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുന്നു. 2 ATP. ഓക്സിജൻ ആവശ്യമില്ല. ആൻഡ് എവിടെയാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിൽ വെച്ചുമാണ്. ശരിയല്ലേ? അത്ര ശരിയല്ലേ? അപ്പൊ 2ാമത്തും തെറ്റ്. അപ്പൊ 2ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അടുത്തത് ഗ്ലൈക്കോളിസിസിൽ ഫലമായിട്ട് 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിസിൽ ഒന്നുകൂടെ റീകളക്ട് ചെയ്യും. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആക്കുന്നു. അവിടെ 2 ATP ആണ് കിട്ടേണ്ടത്. ഓക്സിജന്റെ ആവശ്യമില്ല. അപ്പൊ 3ഉം തെറ്റാ അല്ലെ. ഓക്കെ, അപ്പൊ 4ആണ് ശരി. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോയപ്പം ഇവിടെ നമുക്ക് ടൈം ലാഭിച്ചിട്ടില്ല. എവിഡന്റ് അല്ലേ. പക്ഷെ പല ക്വസ്റ്റ്യൻസിലും 99% ക്വസ്റ്റ്യൻസിലും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇത് നല്ല ഡിഫിക്കൽട്ട് ചോദ്യമായിരുന്നു. ഇത്രയും കിട്ടിയോ? പഠിക്കാൻ പറ്റിയോ? ഇത് വായിച്ചിട്ട് പോണേ. നോക്കിക്കേ, അടുത്ത നോക്കിക്കേ. വിട്രിയസ് ദ്രവം. ഓക്കെ, വിട്രിയസ് ഹ്യൂമർ, അക്വസ് ഹ്യൂമർ. ഓക്കെ, ഇതാണ് കോർണിയ. കണ്ണിന്റെ ഈ ഭാഗം നമ്മുടെ വെളിവശമില്ല, കോർണിയ. ആ കോർണിയയുടേതും ഈ ലെൻസിന്റെ ഇടയ്ക്കുള്ളതാണ് അക്വസ് ഹ്യൂമർ. ഓക്കെ, കോർണിയയുടേതും ലെൻസും, കോർണിയയും ലെൻസിന്റെ ഇടയിലുള്ളതാണ് അക്വസ് ഹ്യൂമർ. ഇത് ഈ ഭാഗത്തായിട്ടോ, ഈ ഭാഗത്തായിട്ട് വരും. കോർണിയയുടെയും ലെൻസിന്റെയും ഇടയ്ക്കുള്ളതാണ് അക്വസ് ഹ്യൂമർ. കോർണിയയുടെയും ലെൻസിന്റെ ഇടയ്ക്കുള്ളതാണ് അക്വസ് ഹ്യൂമർ. ഇനി
ഈ ലെൻസിന്റേതും റെറ്റിനയുടെ ഇടയ്ക്കുള്ളതാണ് വിട്രിയസ് ഹ്യൂമർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാം. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാ, പക്ഷെ ഇച്ചിരി കൂടി ഡെപ്തിലാക്കി ഇത് വേണം ചോദിക്കാം. കാരണം ടെക്സ്റ്റില് ഈ കണ്ണു പോയവര് ഇത് മാറ്റിയിടുമല്ലോ അല്ലേ. അപ്പം ഈ വിട്രിയസ് ദ്രവം എവിടെയാന്നുള്ളത് എവിടെ കണ്ണ് അല്ലെ. ഇനി ചെവിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ് എന്നുള്ള ഈ എല്ലുകളില്ലേ അത് ചോദിക്കും. ഏറ്റവും ചെറുത് ഏതാ? മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയത്, അത് ചെവിയിലുമാണുള്ളത്. ഇതാ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി കോശഭിത്തിയിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ നോക്കിക്കേ, ടെക്സ്റ്റിൽ അതേപോലെയുള്ളത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉള്ളതാണെങ്കിൽ സ്ക്ലീറൻകൈമ. എല്ലാ ഭാഗത്തും ഒരേപോലെ സ്ക്ലീറൻകൈമ. എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് സ്ക്ലീറൻകൈമ. എന്നാൽ ഓരോ കോർണറിൽ ഓക്കെ ഓരോ മൂലകളിൽ ഓരോ കോർണറുകളിലാണെങ്കിൽ അത് കോളൻകൈമ. കോർണറുകളിലാണെങ്കിൽ കോളൻകൈമ. എല്ലായിടത്തും ഒരേപോലെ ആണെങ്കിൽ സ്ക്ലീറൻകൈമ. ഓക്കെ, ഇത് രണ്ടെണ്ണം കിട്ടിയല്ലോ. മൂലകളിൽ മാത്രമാണെങ്കിൽ കോർണറുകളിൽ മാത്രമാണെങ്കിൽ കോളൻകൈമ, എല്ലായിടത്തും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ സ്ക്ലീറൻകൈമ. ഓക്കെ, ഇനി മൃദുവായിട്ടുള്ളതാണെങ്കിലോ പാരൻകൈമ അല്ലെ. മൃദുവായിട്ടുള്ള പാര വെച്ചാൽ മതി കൂട്ടുകാർക്കൊക്കെ എന്ന് ഓർത്താൽ മതി, ചെറിയ പാര മതി. ഓക്കെ, മൃദുവായിട്ടുള്ള ആണ് പാരൻകൈമ. കോർണറുകളിലുള്ളതാണ് കോളൻകൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉള്ളതാണ് സ്ക്ലീറൻകൈമ. ഇനി നോക്കിക്കേ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉള്ളതാണെങ്കിൽ ഒരേപോലെയുള്ളത് സ്ക്ലീറൻകൈമ. കോർണറുകളിൽ മൂലകളിൽ മാത്രമാണെങ്കിൽ കോളൻകൈമ. പാരൻകൈമയാണെങ്കിൽ പാര എന്റെ സുഹൃത്തിന് കുറച്ച് വെച്ചാൽ മതി. കുറച്ചെന്ന് ഞാൻ കണക്ട് ചെയ്ത് മൃദുവായിട്ട് അല്ലെ, മൃദുവായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പാരൻകൈമ. ഓക്കെ ആണല്ലോ, കിട്ടിയേ? വായിച്ചിട്ട് പോണേ അതൊന്നുകൂടെ. ഇനി ചെറുകുടലിനകത്ത് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ മാരത്തോൺസ് ഒക്കെ എടുത്ത് നോക്കണേ. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യണേ. ആദ്യമായിട്ടുള്ളവരാ വഴിതെറ്റി വന്നതാ, ഇങ്ങോട്ട് കയറി ക്ലാസ് കണ്ടു, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു എന്നൊക്കെ ഡൗട്ട് ഉള്ളവരുണ്ട്. പ്ലേലിസ്റ്റ് ഉണ്ട്, 10th പ്രിലിംസിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് വരണം. അതിലത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട കമന്റ്സ്, നിങ്ങൾക്ക് എളുപ്പമാവും കേട്ടോ. ഇതാണ് വില്ലീസ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇൻഡസ്റ്റൈനിലുള്ളതാണ്. സർഫസ് ഏരിയ കൂടാൻ വേണ്ടി അബ്സോർപ്ഷൻ റേറ്റ് കൂടും കേട്ടോ. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്നതാണ് മൊനീറ. ഓക്കെ, അടുത്ത ഭീമാകാരത്വം അല്ലെ ജൈജാൻഡിസം ഹോർമോൺ ഏറ്റക്കുറിച്ചിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഭീമാകാരത്വം എന്തുമായി ബന്ധപ്പെട്ടതാ? നോക്കിക്കേ, ഭീമാകാരത്വം ജൈജാൻഡിസം എന്നുള്ളത് സൊമാറ്റോട്രോപ്പിന്റെ ഓക്കെ ഓവർ പ്രൊഡക്ഷൻ കാരണമുള്ളതാണ് ഭീമാകാരത്വം. ഓക്കെ, എന്നാൽ ഈ സൊമാറ്റോട്രോഫിൻ കുറവാണെങ്കിലോ ഡ്വാർഫിസം വരും, വാമനത്വം വരും. ടെസ്റ്റിൽ അതേപോലെ ഉണ്ടല്ലോ. എന്നാൽ ഒന്ന് ഓർത്തോണേ, അമിതമായിട്ടുള്ളതാണെങ്കിൽ ഭയങ്കര വളർച്ച വരുന്നുണ്ട് കേട്ടോ. ഉൽപാദനം മൂലം മുഖം, താടിയല് എന്നിവിടങ്ങളിലൊക്കെ വളരെ വലിപ്പത്തിലുണ്ടാകുന്നുണ്ട്. ഇതിനെ എന്താ പറയാ? അക്രോമെഗലി എന്ന് പറയും കേട്ടോ. അക്രോമെഗലിയാണ്. ഓക്കെ, അക്രോമെഗലി അമിതമായിട്ടുള്ള ഉൽപാദനം കാരണമാണ് അക്രോമെഗലി. ആ വാക്ക് ശ്രദ്ധിച്ചോണേ, അമിതമായിട്ടുള്ള ഉൽപാദനം കാരണമാണ് അക്രോമെഗലി. എന്നാൽ സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കൂടിയാൽ ഭീമാകാരത്വം ഉണ്ടാവും. കൂടിയാൽ, കുറഞ്ഞെങ്കിൽ വാമനത്വം ഡ്വാർഫിസം ഉണ്ടാവും. എന്നാൽ അമിതമായി പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് അക്രോമെഗലിയുമാണ്. അതൊക്കെ അല്ലേ. ഭീമാകാരത്വം എന്തുവാ? സൊമാറ്റോട്രോഫിനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഭീമാകാരത്വം സൊമാറ്റോട്രോഫിൻ കൂടുവാണെങ്കിൽ, അമിതമാവുകയാണെങ്കിൽ ആക്രോമെഗലി, കുറയുവാണെങ്കിൽ ഡ്വാർഫിസം. ഇത്രയും കിട്ടിയോ? അപ്പോഴേ ആദ്യമായിട്ടുള്ളവരും ഇനി മെയിൻസ് ഒക്കെ എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളെല്ലാം കാണണം കേട്ടോ. ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ ഓവറോൾ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രം കണ്ടിട്ട് സ്റ്റേജ് 2, 3, 4 എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതും ഈ കാണുന്ന വീഡിയോസും കണ്ടിട്ടേ പോകാവൂ. ഒന്നും ഇല്ലൊരു ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണത്. നിങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ അത് കാണാൻ എന്നിട്ട് സൂപ്പറായിട്ട് എക്സാം എഴുതാം കേട്ടോ. അടിപൊളിയായിട്ട് പോകും, നിങ്ങൾക്ക് സൂപ്പറായിട്ട് മനസ്സിലാവും. ഇത് കണ്ടല്ലോ, വായിച്ചല്ലോ. ഇനി ഇമ്പോർട്ടന്റ് EEG എവിടത്തേക്കാ? ബ്രെയിൻ, മസ്തിഷ്കം അല്ലെ, ബ്രെയിൻ സ്കാൻ. ECG ആണെങ്കിലോ ഹൃദയം. ഓർത്ത് വെച്ചോളൂ, സിമ്പിൾ ആണ് ഇത് ചോദിക്കുവേ. അടുത്തത് ഇവിടെ വളർച്ചാ ഹോർമോൺ എന്താ? സൊമാറ്റോട്രോഫിൻ. അതിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴല്ലേ ജൈജാൻഡിസം, ഭീമാകാരത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം, വാമനത്വം. ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ. പ്രൊലാക്റ്റിനോ, മുലപ്പാൽ ഉൽപാദനം കൂടുന്നു അല്ലെ, പ്രൊലാക്റ്റിൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് മെർക്കുറി ബാരോമീറ്റർ. ഇത് വായിക്കണേ, മെർക്കുറി ബാരോമീറ്റർ ആണ്. എന്ത്? ബാരോമീറ്റർ. റെഡി? ലാക്ടോമീറ്റർ ആണെങ്കിലോ മിൽക്കിന്റെ പ്യൂരിറ്റി നോക്കാൻ വേണ്ടിയാണ്. തെർമോമീറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ചില പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ JJ തോംസണുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതിലാ? മാരത്തോൺ. അത് കാണാത്തവരുണ്ട്, കണ്ടിട്ട് കിടക്കുകയല്ല, പഠിച്ച് എന്നിട്ട് എക്സാമിന് പോകാവോ കേട്ടോ. അപ്പം ഇത്രയുള്ള സംഭവം കോമൺ ആയിട്ടുള്ള ഒരെണ്ണമാണ്.
പെൻ, ആർ, ടി, സി. പെൻ എന്ന് പറയുമ്പോൾ പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. ആർ എന്ന് പറയുമ്പോഴത്തേക്കും റൂദർഫോർഡ്, ടി എന്ന് പറയുമ്പോൾ ജെ തോംസൺ, സി എന്ന് പറയുമ്പോൾ ചാഡ്വിക്ക്. ഇതിലെ പി ആറിനെ നോക്കിയാൽ മതി. അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചതാണെങ്കിൽ ചാഡ്വിക്കും ആണ്. ഓക്കെ, അപ്പൊ ഇത് ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസണുമായി ബന്ധപ്പെട്ടതാ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ടി ജെ തോംസൺ ആണ്, അത് ശരിയാ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, കൺഫ്യൂഷൻ വന്നു, എനിക്ക് അറിയത്തില്ലെന്ന് വെച്ചോ. ന്യൂട്രോൺ കണ്ടെത്തിയെന്ന് കണ്ടോ, ന്യൂട്രോണിനെ ആരെയാ നമ്മൾ പറഞ്ഞേ? ചാഡ്വിക്ക്. അതുകൊണ്ട് ഇതാണ് തെറ്റായിട്ടുള്ളത്. സംഭവം മനസ്സിലായോ? ഇത് പഠിച്ചിട്ടേ പോകാം. ഇത് മാരത്തോണിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ ഫാൻ ഇടുന്നു. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് എനർജി ഏത് എനർജിയിലോട്ടാണ് മാറിയത്? ഫാൻ ഇടുമ്പോൾ വൈദ്യുതി അല്ലെ, വൈദ്യുതിയോർജം, ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി ആവുന്നു. വൈദ്യുതി എനർജി എന്തായി മാറുന്നു? യാന്ത്രിക ഊർജ്ജമായി മാറുന്നു. അങ്ങനെ കാറ്റ് കിട്ടുന്നത് അല്ലെ. ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയോണേ. സിമ്പിൾ ആണ്, ഇത് വളരെ സിമ്പിൾ ആണ്. ജനറേറ്ററിൽ നടക്കുന്ന എന്താ? നമ്മൾ കുറച്ച് ഡീസലിന്റെ പെട്രോളിന്റെ മണ്ണെണ്ണ എന്തെങ്കിലും ഒഴിക്കുന്നു, എന്നിട്ട് ഓൺ ആക്കുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ജനറേറ്റർ കറങ്ങുന്നു അല്ലെ. ജനറേറ്റർ കറങ്ങുന്നു, അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ ആണോ? യാന്ത്രികോർജം. അപ്പം ജനറേറ്റർ കറങ്ങുന്നു, യാന്ത്രികോർജം വൈദ്യുതിയോർജ്ജമായി വരുന്നു. അതാണല്ലോ, ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് വായിച്ചു നോക്കണേ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എന്താ നടക്കുന്നത്? ന്യൂക്ലിയർ ഊർജ്ജം, താപോർജ്ജം, അങ്ങനെ ഒന്നും നോക്കണ്ട. നിങ്ങൾ പ്രിലിംസിന് യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഓക്കെ, അതേപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എന്ത് സംഭവിക്കും? തെർമൽ പവർ സ്റ്റേഷനിൽ. പോസ് ചെയ്ത് വായിച്ച് പഠിച്ചിട്ടേ പോകാം. മൊത്തത്തിൽ ടെക്സ്റ്റ് ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മാറിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരി. പ്ലേലിസ്റ്റ് ഫുള്ള് കണ്ടു തീർക്കാൻ മറക്കരുത്, വായിച്ചോണം. ലീച്ചിങ് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? അലുമിനിയം അല്ലെ. ലീച്ചിങ് അലുമിനിയവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഈ പ്രോസസ്സുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റിലുള്ളതായത് നിങ്ങൾ തപ്പിപ്പോകണ്ട, ഇപ്പൊ തന്നെ പോസ് ചെയ്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, ഇതിന്റെ അടുത്തൊരു ചോദ്യം ഇന്ത്യയിൽ നിന്ന് തന്നെ വരും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഈ ചോദ്യം കണ്ടായിരുന്നോ? ഇത് അതേപോലെ നമ്മുടെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ളതിന് എന്ത് പറയും? ഐസോ ബാറുകൾ. ഇത് സൂപ്പർ ആയിട്ട് പറയാൻ പറ്റുന്നതിൽ പോസിബിളി ബെസ്റ്റ് വേയിൽ തന്നെ നമ്മുടെ ഈ മാരത്തോൺ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ കാണണം. അതിൻ്റെ അകത്ത് ഇതെല്ലാം ഡെപ്തി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ സമയം കളയുന്നില്ല. ഇത്തരം ക്ലാസ് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും കേട്ടോ. ഇനി വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇത് നമ്മൾ ഈ ഇതിൽ പറഞ്ഞ ബ്രഹ്മാസ്ത്രത്തിലൊക്കെ പറഞ്ഞതാ. കൂട്ടത്തിൽ പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാ? വേഗമാണ്. വായിക്കണേ. റബ്ബറിന്റെ മോണോമർ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ടോ? റബ്ബർ എന്തേ? ഐസോപ്രീൻ എന്ന മോണോമർ ആണ് അല്ലെ. എന്നാൽ കൃത്രിമ റബ്ബർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ റബ്ബർ, അതാണ് നിയോപ്രീൻ. കണ്ടോ? ആർട്ടിഫിഷ്യൽ നിയോപ്രീൻ, ആർട്ടിഫിഷ്യൽ റബ്ബർ, ന്യൂ റബ്ബർ ആർട്ടിഫിഷ്യൽ നിയോപ്രീൻ. ഓക്കെ, എന്നാൽ റബ്ബറിന്റെ മോണോമർ ചോദിച്ചാൽ ഐസോപ്രീൻ ആണ്. അപ്പൊ അടുത്ത ചോദ്യങ്ങൾ ഇതൊക്കെ ആവാം. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ബെക്വറൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ പൊതുവെ സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു ഭാഗം, പക്ഷെ ഇത് എളുപ്പമോ, എൻ്റെ ഒപ്പം ഇതൊന്നും ഇരുന്ന് കണ്ടാൽ മതി. സിമ്പിൾ ആയിട്ട് കിട്ടും, ഫോർ എവർ ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ളവർ ഇത് ഒഴിവാക്കുന്നവരിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ഭാഗം കണ്ടാൽ എൻ്റെ ഒരു അറിവിൽ 90% ആൾക്കാരും ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. ഇതാണ് കോമൺ സൈക്കോളജി. ഓക്കെ, അപ്പം നോക്കിക്കേ, സംഗീത നാടക അക്കാഡമി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഓർക്കും ഇത് അലമ്പ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നല്ല തുടങ്ങുന്നത്. ലളിതകല അക്കാഡമി, ഇത് റിപ്പീറ്റഡ് ആണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലളിതകല അക്കാഡമി, ഇന്ത്യക്ക് അകത്തും പുറത്തും കലകളുടെ പ്രചാരണം, ലളിതകല അക്കാഡമി. ഇതിന്റെ എല്ലാ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചോദിക്കും. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലളിതകല അക്കാഡമി, ഇന്ത്യക്ക് അകത്തും പുറത്തും, ലളിതകല ഇന്ത്യക്ക് അകത്തും പുറത്തും, ലളിതകല ഇന്ത്യക്ക് അകത്തും പുറത്തും. കേട്ടോ? ശരി. പക്ഷെ ചോദിക്കുക, ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിലോ? ഭാഷാ സാഹിത്യത്തിന്റെ ആണെങ്കിൽ അത് സാഹിത്യ അക്കാഡമിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമാണ് കലകളുടെ പ്രചാരണമാണെങ്കിൽ ലളിതകല. നമ്മുടെ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണെങ്കിലോ ആ സാഹിത്യ അക്കാഡമിയുമാണ്. ഇത് രണ്ടെണ്ണം വൃത്തിക്ക് പഠിക്കുമോ? എന്നിട്ട് ബാക്കി വായിച്ചാൽ മതി. ഇനി അത്ര മടിയുള്ളവർ ഈ രണ്ടെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, വായിച്ചിട്ട് പോണേ. ഇനി പഠിക്കേണ്ട ഭാഗമല്ലേ ഇത്, നോബൽ സമ്മാനം. ഈ വർഷം ഫുള്ള് നിങ്ങൾക്ക് ഇത് ആവശ്യം. ഏത് എക്സാം എഴുതിയാലും, ഡിഗ്രി പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും 12th ആയാലും 10th ആയാലും, ഈ വർഷം ജാഗ്രതയല്ലേ എല്ലാം, അവിടെ എല്ലാം ഇത് ചോദിക്കുമ്പോൾ ഓർക്കണം കേട്ടോ.
ഇത് എല്ലാം ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യം. ഓക്കെ, സാഹിത്യം. അതുമാത്രമല്ല അഡീഷണൽ ചോദിച്ചേക്കുന്നുണ്ടോ, ഇത് നല്ല ഡെപ്തിലായിപ്പോയി. ഒരിക്കലും 10th പ്രിലിംസിന് ഇത്രയും വരേണ്ട ഒരു ആവശ്യമില്ല. ആരൊക്കെ ഇത് വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ല വരേണ്ടത് അല്ലേ, ഇത് ഇങ്ങനൊന്നും അല്ലടാ, ഇങ്ങനല്ല. സാഹിത്യം നോക്കിക്കേ, ഹാൻകാങ്. ഓക്കെ, സാഹിത്യം ഹാൻകാങ്, സാഹിത്യം ഹാൻകാങ്. ഹിസ്റ്റോറിക്കൽ ട്രോമയാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എന്ത് ഫീൽഡിലാണ് ഇവർ എക്സ്പെർട്ടൈസ് ആയതെന്ന് ചോദിക്കാറുണ്ട് ഡിഗ്രി ലെവലിൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഹാൻകാങ്, ലിറ്ററേച്ചർ ഹാൻകാങ്. ഓക്കെ, സമാധാനം, പീസ്. പീസിനാണെങ്കിലോ നിഹോൻ ഹിഡാൻക്യോ. ഓക്കെ, നീ ഹോൺ അടിച്ച് സമാധാനത്തിൽ പോ എന്നങ്ങ് ഓർത്താൽ മതി. നീ ഹോൺ കേട്ടോ, നീ ഹോൺ അടിച്ച് സമാധാനത്തിൽ പോ. ആക്ച്വലി നമ്മുടെ പുറകെ ഒന്നും പടപടപടാന്ന് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. പക്ഷെ ഇവിടെ നമ്മൾ ചുമ്മാ കണക്ട് ചെയ്യാൻ പറയാം, നീ ഹോൺ അടിച്ച് സമാധാനത്തിൽ പോ, നീ ഹോൺ പീസ്. നിങ്ങൾ ഇതിനെ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അത് ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എഫേർട്ടുകൾക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇനി എക്കണോമിക് സ്റ്റഡീസ്. ഓക്കെ, സമ്പാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, ഓക്കെ, സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എൻ്റെ മോളും വീക്കാണ്. ഓക്കെ, സമ്പാദ്യപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എൻ്റെ മോളും, എൻ്റെ സണ്ണും എൻ്റെ മോളും, മകള് കേട്ടോ, മകളുമാണ്. ഇത് മകളുമാണ്, ഇത് സണ്ണാണ്. അപ്പൊ എക്കണോമിക് സയൻസ് കണ്ടോ, അപ്പൊ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ അങ്ങനെ ചെലവാക്കുമല്ലേ അല്ലെ, അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ എക്കണോമിക് സയൻസിന്റെ ആകുമ്പോൾ ഡെറോൺ എയ്സ് മൊഗ്ലു. അപ്പൊ ഇത് മൊഗ്ലുവിനെ ഞാൻ മോളാക്കും, മോളും. ഇനി സൺ ഉണ്ടല്ലോ, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇതെല്ലാം സമ്പാദ്യം ചെലവാക്കുക. ഓക്കെ, അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയിലും വീട്ടിൽ നിന്ന് കേട്ടാണ്. പിള്ളേർക്കൊന്നും കാശിന് ഒരു വിലയില്ല അല്ലേ. വീട്ടുകാർ ഒരു ഓർമ്മ വന്നില്ല കുറച്ചു നേരത്തേക്ക്, ഇപ്പൊ ഇവിടെ ഡോറിൽ ഇടി കേൾക്കാം. ഓക്കെ, അടുത്ത ഫിസിക്സ് അല്ലെ. ഫിസിക്സ് നമുക്ക് ഒരു കിലോയുടെ ഒരു സംഭവം തന്നു ബാലൻസ് ചെയ്യാവോ എന്ന് ചോദിച്ചാലും, 1 ടണ്ണ് തന്നിട്ട് ബാലൻസ് ചെയ്യാവോ എന്ന് ചോദിച്ചാലും, നല്ല ഫിസിക്സ് അറിയാവുന്നവനാണെങ്കിൽ എന്ത് ടൺ തന്നാലും ബാലൻസ് ചെയ്യാൻ പറ്റും. പൊക്കി എടുക്കാൻ പറ്റുന്നല്ല, ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചോ. അതാണ് നമ്മുടെ ജെഫ്രി ഇ ഹിൻടൺ കേട്ടോ. ഒരു ഫീൽഡിൽ കൊണ്ടുവച്ച് നമുക്ക് 1 ടൺ ഭാരങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ലോക്കൽ കോഡുകളാണ്, ഇതൊന്നും ഉപയോഗം വരുത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഇത് ഓപ്ഷനിൽ കണ്ട ചിരിച്ചോണ്ട് ഇത് മാർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അല്ലാതെ ഈ പേരുകൾ ബൈഹാർട്ട് ചെയ്ത് വെച്ച് നമുക്ക് പോകണമെന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. സിംപ്ലസ്റ്റ് വേ ഇതാണ്. ഫിസിക്സ് അറിയാവുന്നതിന് 1 ടൺ ഭാരമുള്ളതും ബാലൻസ് ചെയ്യാൻ ഫീൽഡിൽ കൊണ്ടുവച്ചെന്ന് ഓർത്താൽ മതി. ഹോപ്പ് ഫീൽഡ് ഹിൻടണും. ഓക്കെ, ഇനി കെമിസ്ട്രി. ഓക്കെ, ബേക്കർ ഉണ്ട്, പിന്നെ ഡെമിസ്, ജമ്പർ. ബേക്കർ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങോട്ട് ജമ്പ് ചെയ്യും നമ്മുടെ കൂട്ടുകാരൻ. ആ ഒരു കെമിസ്ട്രി എന്താ നമുക്ക് അറിയത്തില്ല. അവന് ബ്രെയിൻ കെമിസ്ട്രിയെ ഡിഫറെന്റ് ആണ് അല്ലെ. അവളുടെ ബേക്കർ കണ്ട അങ്ങോട്ട് അപ്പച്ചാടും കേട്ടോ. ബേക്കർ, ജമ്പർ കേട്ടോ, ബേക്കർ, ജമ്പർ. ഈ പേരുകൾ വായിച്ചിട്ട് പോകണം, എന്നാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മെഡിസിൻ, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ ചോദിക്കുവാണെങ്കിലോ, ഇപ്പോഴൊക്കെ മെഡിസിൻ നല്ല രൂപയാകുമെന്ന് ഓർത്താൽ മതി. ഇതാണ് ഈ രൂപ. മെഡിസിൻ ഒക്കെ നല്ല രൂപയാകത്തില്ലേ അല്ലേ. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കുക പാരസെറ്റമോൾ എത്രയാവും, അപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറയാം ബ്രോ, അതാണ് ഈ ബ്രോ, വിക്ടർ ആംബ്രോ. ബ്രോ നല്ല രൂപയാകും കേട്ടോ, ആംബ്രോ രൂപ. ഈ പേരുകൾ നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ കോൺഫിഡന്റ് അടുത്തിലോട്ട് പോവാം, കാരണം നിങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടും. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് ചോദിച്ചേക്കുന്നത്, കാരണം നമ്മുടെ ഹാൻകാങ് ഇല്ലേ, ലിറ്ററേച്ചറിന് കിട്ടിയില്ലേ, അത് അഡീഷണൽ ആയിട്ട് ചോദിച്ചില്ലേ PSC. വളരെ മോശമായിപ്പോഴെ അത്രയും ഓവർ ചോദ്യം ചോദിച്ചത്, മിടുക്കനായതാ പെട്ടെന്ന്. അപ്പം അതേപോലെ ഇനി ഓവർ ആയെങ്കിൽ ഇതേ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വരാൻ ചാൻസ് കൂടുതൽ. ഇനി താഴെ പറയുന്നത് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച 1885 അല്ലെ. ഓക്കെ, അതിൽ നമ്മുടെ ദാദാഭായ് നെഹ്റുജി വന്നു. INC പേര് വിട്ടു. ദാദവ് എന്ന് പറഞ്ഞാൽ കേട്ടോണം, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. 1907 7ആയി പിളർന്നു അല്ലെ. പാർട്ടി 2ആയിട്ട് മാറി, മോഡറേറ്റ്സും എക്സ്ട്രീംസും ആയിട്ട്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അതെപ്പോഴാ? 1924. അതുകൊണ്ട് 3 തെറ്റാണ്. 3 തെറ്റാണ്. 3 ഉള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയണേ. എല്ലാം ശരിയാന്ന് പറയാം. 1, 2, 3 ഇതും കളയണം. അപ്പൊ അത് ഇവിടെ കിട്ടും. ഇങ്ങനെ എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലും യൂസ്ഫുൾ ആതെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനം 1929 ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം എന്താ, നെഹ്റു അധ്യക്ഷനായി, പതാക ആദ്യമായിട്ട് അംഗീകരിച്ചു, സിവിൽ ഡിസൊബീഡിയൻസ് അംഗീകരിച്ചു, പിന്നെ പൂർണ്ണ സ്വരാജ്, സിവിൽ ഡിസൊബീഡിയൻസ്, പതാക ഉയർത്തി, നെഹ്റു അധ്യക്ഷനായിരുന്നു. ഈ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ട്, നിങ്ങൾ കണ്ടു തീർക്കണം കേട്ടോ. അതേപോലെ ഡിഗ്രി നോക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് ഞാൻ സൂപ്പർ സംഭവം തരുന്നുണ്ട് ഡിഗ്രിക്ക് വേണ്ടി, ഡിഗ്രി പ്രിലിംസിന് വേണ്ടി. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണം അത്. ഇത് അഡീഷണൽ ആയിട്ട് നോക്കുന്നവർക്കുണ്ട്. 1885 72 ഡെലിഗേറ്റ്സ് ഉണ്ട്, 72 ആൾക്കാരുണ്ട്. WC ബാനർജി ആയിരുന്നു, ബാനർജി എന്ന് ഞാനങ്ങ് പറഞ്ഞു അങ്ങനായി അത്. ഓക്കെ,
ഇപ്പം WC ബാനർജി ആയിരുന്നു അധ്യക്ഷൻ. പക്ഷേ INC എന്ന് പേരിട്ടത് ആരാ? ദാദാഭായ് നെഹ്റുജിയാണ്. വന്ദേ മാതരം ആദ്യമേ ആലപിച്ചത് 1896 അല്ലെ? 1896. 97 C ശങ്കരൻ നായർ INC പ്രസിഡന്റായി. ഗാന്ധിജി അരാജകത്വം എഴുതിയത് ആരാ? PSC റിപ്പീറ്റഡ് ചോദ്യം. 1897 C ശങ്കരൻ നായർ INC പ്രസിഡന്റായി. സൂററ്റ് പിളർപ്പ് 1907. AC മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ ആ സമയത്ത്. സൂററ്റ് പിളർപ്പ് 7ആയി പിളർന്നത് ചുമ്മാ പറഞ്ഞതാ. മോഡറേറ്റ്സും എക്സ്ട്രീംസും ആയിട്ട് 2ആയിട്ട് പിളർന്നു പോയി അല്ലെ? അതിൽ എക്സ്ട്രീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ആരൊക്കെ വരും? ലാൽ ബാൽ പാൽ, ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഇവർ മൂന്നുപേരും തീവ്ര ദേശീയവാദികളാണ്. മിതവാദികളിൽ ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെയാണ്. ഓക്കെ. 1911 ജനഗണമന ആദ്യമായിട്ട് പാടി. ആനി ബെസന്റ് 1917 അധ്യക്ഷയായി. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. 23 ഐത്തോച്ചാടന പ്രമേയം TK മാധവൻ അവതരിപ്പിച്ചു. 24 ഗാന്ധിജി, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇതൊക്കെ ചോദിക്കും, ഷുവറായിട്ട് ചോദിക്കേ. 25 നമ്മുടെ സരോജിനി നായിഡു ആദ്യത്തെ ഇന്ത്യൻ വനിത INC പ്രസിഡന്റായി. 29 നെഹ്റു അല്ലെ? നെഹ്റു അധ്യക്ഷനായി. ഇതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ട് വന്ന ചോദ്യം. സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിൽ 31 39 സുഭാഷ് ചന്ദ്രബോസ്, ഹീറോ കേട്ടോ, ഹീറോ ആണ്. സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റായി. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ 42. ഇത്രയും മതി. ഇത്ര ഓവറാണ് അറിയാം, പക്ഷെ പ്രിലിംസിന് പെട്ടെന്ന് പാസ്സാവണം, കുറച്ച് കണ്ടൻസേ തരാമെന്ന് പറയല്ലേ. ഓക്കെ, ഇത്ര നേരം കൊണ്ട് പറ്റും. എനിക്ക് ഓർമ്മ എപ്പോഴും വരുന്നത് ഇങ്ങനെ, നമ്മൾ മാരത്തോൺ എപ്പോഴും എടുത്താലും നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനോട് പോയിട്ട് പറയത്തില്ലേ, 2 നില വീടായിരിക്കണം, AC വേണം, ഫ്രിഡ്ജ് വേണം, വണ്ടി ഉൾപ്പെടെ ഉണ്ട്, അതും പറയും. പക്ഷെ 30, 40, 100 രൂപ ആകാവുള്ളൂ. അതുപോലല്ല നമ്മുടെ ക്ലാസ്സിൽ കണ്ടൻസ് പറയുന്നുണ്ട്, ഇച്ചിരി സമയം എടുത്താലും കുഴപ്പമില്ല. ഇതൊക്കെ അഡീഷണൽ ആയിട്ടുള്ളതാണ്. ഓക്കെ. ഓക്കെ, ഇനി സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ, ഇതും നമ്മുടെ മാരത്തോണിൽ എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ആ ക്ലാസ് കണ്ടാൽ മതി, ഇതിന്റെ ഒരാവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ അധികം സമയം കളയുന്നില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ മാനമീൻ, അതും നമ്മുടെ സ്റ്റുഡൻസിനെ ഞാൻ അടിച്ചു മാറ്റിയത്. മാനമീൻ എന്ന് കണക്ട് ചെയ്താൽ മതി. കാരണം അല്ലെങ്കിലും അൽ ഇസ്ലാം, പിന്നെ മുസ്ലിം, ഇതൊക്കെ വക്ക അബ്ദുൽ ഖദർ മൗലവിയ. അൽ അമീൻ അബ്ദുറഹ്മാൻ സാഹിബ, അൽ ഹിലാലാണ് മൗലാനയുമാണ്. ഇത്രയും റിപ്പീറ്റഡാ. അപ്പൊ ആ കൂടെ നമുക്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരാൾക്ക് അറിയാൻ പറ്റുന്ന അൽ അമീൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആണ്, അറിയാലോ. മാനമീൻ, അൽ അമീൻ അബ്ദുറഹ്മാൻ സാഹിബ്, മാനമീൻ. ഓക്കെ, അപ്പൊ ഒന്നുള്ളതായിരിക്കും ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. എന്തായാലും 1 വരണമല്ലോ, കാരണം 1 നമുക്കറിയാലോ, ഇതിലൊന്നുണ്ട്, പിന്നെ ഒന്നിലും ഇല്ല. ഇപ്പൊ എലിമിനേഷൻ വർക്കൗട്ട് ആകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാ. കാരണം ഇത് ആരംഭിച്ചത് ഏത് വർഷമാണ് ഡെപ്തിൽ പഠിച്ചു വെക്കുന്നവർ വളരെ കുറവാണ്. ഓക്കെ, 1924 തുടങ്ങുന്നു. ഇപ്പൊ പഠിച്ചു വെച്ചു, കാരണം ഇനി അത് ചോദിക്കാം. 1924 അൽ-അമീൻ തുടങ്ങി. അടുത്തത് വേറെ ഏതാ? 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ഇവിടുന്ന് തന്നെ അങ്ങ് പഠിച്ചോ, കാരണം വേറെ ഓപ്ഷനിൽ വേറെ ഒന്നും ഇല്ല. സെറ്റല്ലേ? ഇത് എലിമിനേഷൻ വഴി കിട്ടിയതാണല്ലോ. അടുത്ത് വൈകുണ്ഠസ്വാമികളുമായി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികൾ 1908 ഇല്ല, 1851 മരിച്ചു. അപ്പൊ 1 തെറ്റ. ഇവിടെ ശരിയായിട്ടുള്ളവയല്ലേ ചോദിച്ചത്. 1 തെറ്റാണെങ്കിൽ ഒന്നുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യണം. എല്ലാം ശരി എന്ന് പറയുമ്പോൾ 1, 2, 3, 4 വരും. ഇത് ക്യാൻസൽ ചെയ്യണം. 2 പോയി കിട്ടിയില്ലേ. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതയാണ് അയ്യാവഴി കേട്ടോ. നിഴൽ താങ്കൽ, തൂവേൽ പന്തികളൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്, റിപ്പീറ്റഡ് ആണ്. അരൽ നൂല് അമ്മാനെ, ഓക്കെ. സ്വാമി തോപ്പ, മുന്തിരി കിണറൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ഇദ്ദേഹമാണ്. അപ്പൊ ഈ 2 ഓപ്ഷൻ വന്നു. നമുക്ക് പിന്നെ ഡെപ്തിൽ അറിയാമെങ്കിൽ ഇതും കിട്ടും. ഓക്കെ, അപ്പൊ എലിമിനേഷൻ വർക്കൗട്ട് ആവുന്നതും സമയം പോകുന്നതും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കിട്ടത്തുള്ളേ. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപം 1812 റിപ്പീറ്റ് നമ്മൾ പറഞ്ഞതാ. രാമൻ നമ്പിയാണ് ബ്രിട്ടീഷുകാരോ? രാമൻ നമ്പിയാണ് നിയമിച്ചത്, അല്ല രാമൻ നമ്പിയാണ് ഇതിന്റെ നേതാവ്. ഇതൊരു 1000 തവണ, 1000 ഇല്ല 100 തവണ കൂടുതൽ PSC ചോദിച്ചതാ. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. അപ്പൊ ഈ 1 ശരിയാന്ന് നമുക്കറിയാം. ഇവിടെ ശരിയല്ല ചോദിച്ചത്, 1 ഉള്ളതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇതിലില്ല 1, അപ്പൊ ഇത് പോയി, ഇതും പോയി, ഇതും പോയി. ഓക്കെ ആണോ? അല്ലെ? ഇത് എലിമിനേഷൻ മെത്തേഡാണ്. സിമ്പിൾ ചോദ്യമായിരുന്നു, അത് വേറെ കാര്യം. ഇനി അടുത്തത്, ഇത് ടെക്സ്റ്റിൽ അതേപോലുള്ള ഒന്ന് വായിച്ചോണം. കാരണം ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ 10th പ്രിലിംസിന്റെ മെയിൻസ് വരുമ്പോഴോ 12th ഒക്കെ വരുമ്പോഴോ ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് തരും കേട്ടോ. ബ്രിട്ടീഷുകാരുടെ അമിത നികുതി ചുമത്തിയത് കൊണ്ടല്ല എന്നൊക്കെ തരുമ്പോൾ നമുക്ക് ആണെന്ന് അറിയണം. ഇത് വായിച്ചിട്ട് പോകണം, നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകണം. ഇനി ശരിയായിട്ടുള്ള കാലഘട്ട കറക്റ്റ് ടൈം ഓർഡറിൽ അങ്ങോട്ട് ശരിയാക്കുന്നത്. മലബാർ കലാപം 1921 അല്ലെ? പൂക്കോട്ടൂർ യുദ്ധവും ഇതുമായി ബന്ധപ്പെട്ടതാണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട. ക്ഷേത്രപ്രവേശന വിളംബരം
36. ഞാൻ ഒരു ക്ലാസ്സിൽ 32 പറഞ്ഞു. ഞാൻ ആ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അങ്ങ് പറയുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്താൽ തിരുത്തി കമന്റിൽ ഇടണം കേട്ടോ. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നതുകൊണ്ട് പറ്റുന്നതാ. പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറ്റാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പം ഈ ഒരു ഓർഡർ കിട്ടിയല്ലോ അല്ലേ. അതിർത്തി ഗാന്ധിയുടെ ആണെങ്കിൽ 1988. അത് 99% ആൾക്കാരും പഠിച്ചു വെക്കത്തില്ല. ഞാൻ ഇപ്പൊ റെഫർ ചെയ്ത് വന്നുകൊണ്ട് അത് പറഞ്ഞത്. പക്ഷേ ഷോ കാണിക്കാന്ന് വിചാരിച്ച പോട്ട്. അപ്പൊ അതേണ്ട 2, 3 2, 3 ഓർഡറിൽ വരുന്നത് തന്നെ നോക്കിയാൽ തന്നെ ഇവിടെ ഈ 2 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും നമുക്ക്. പിന്നെ ഒരു ഗസ് വർക്കിലും കുറച്ച് നോളജിലും ഇതങ്ങ് കിട്ടും. അങ്ങനാണ് ഇവിടെ നടന്നത് കേട്ടോ. ഇനി കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ ഇത് പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ 18ാമത്തെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളത് 1, 2, 3. ഒട്ടും അറിയുന്നില്ല എന്നുള്ള സംഭവങ്ങൾ. ഇപ്പൊ ഇതൊക്കെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് അടിച്ചോ, ഒന്നും നോക്കണ്ട കേട്ടോ. ഇനി നോക്കിക്കേ, ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടത്. ആദ്യം ബ്രിക്സ് ഉച്ചകോടിയുടെ അഡീഷണൽ നോക്കിയിട്ട് വരാം. ബ്രിക്സുമായി ബന്ധപ്പെട്ടത് 2009 തുടങ്ങി. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. എവിടാ? അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്ഥിരം വേദി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ പറയുവാണ് ആ സ്ഥാനം ന്യൂഡൽഹി ആണെന്ന് പറയുമ്പോൾ തെറ്റാ. അപ്പോഴേ 3 ക്യാൻസൽ ചെയ്യാമല്ലോ. 2 അപ്പോഴേ പോയി. ഓക്കെ. പിന്നെ 2024 16ാമത്തെ നടന്നത് ഹസാൻ റഷ്യയാണ്. 2025 17ാമത്തെ നടന്നത് ബ്രസീലുമാണ്. ഇത്രയും കിട്ടിയോ? ഇതൊന്ന് വായിച്ചിട്ട് പോണേ. UAE വായിച്ചിട്ടേ പോകാവേ. അപ്പൊ കിട്ടുമോ? 16ാമത്തെ ഉച്ചകോടിയാണ് ഖസാനിൽ നടന്നത്. 16ാമത്തത് 2024 റെഡി അല്ലേ? പിന്നെ ഖസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ആണോ? അല്ല, റഷ്യയിലല്ലേ നടന്നത്. അപ്പൊ തന്നെ അടുത്ത് 2009 ബ്രിക്സ് രൂപീകരിച്ചത്. അപ്പം 1ഉം 4ഉം വരും. അതിതാണ് വന്നത്. ഓക്കെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. 1, 2, 3, 4 സ്റ്റേജില് മാക്സിമം പോയ 2 എണ്ണങ്ങളാണ് ഇത്രയും ഡിഫിക്കൽറ്റി. ഇത് പ്രിലിംസ് ലെവലിന് മുകളിലാണ് പോയിട്ടുള്ളത്. അതിനപ്പം അതൊന്നും പറയാനില്ല. അതുകൊണ്ട് ബാക്കി 2 എളുപ്പത്തിൽ വരും. സാധാരണ ആദ്യത്തേതൊക്കെ സിമ്പിൾ ആയിട്ട് നടന്നിട്ട് ബാക്കിയുള്ള ടഫായിട്ട് നടക്കുന്നത് ലാസ്റ്റിലൊക്കെ വരാനുള്ളൂ. ഇത് തുടക്കത്തിലേ വന്നങ്ങ് പോയി. ഇത് കുറച്ച് പേര് അത് സ്പീഡിന്റെ പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ ടഫ് ആയാലേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. റെഗുലർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ സബ്ജക്റ്റും യൂട്യൂബിൽ തന്നെ തന്നേക്കാം നിങ്ങൾക്ക് കേട്ടോ. ISROയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന നോക്കിക്കേ. ISRO സ്ഥാപിച്ചത് 1998 ആണോ? 1969 അത് ഞാൻ മാരത്തോണി ഡെപ്തിൽ സൂപ്പർ ആയിട്ട് ബാക്കിയുള്ളതോട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കണം. ഇതിന്റെ ആസ്ഥാനം കൽക്കട്ടയിലാണോ? അല്ല, ബാംഗ്ലൂരാണ്. ബാക്കി 2 അപ്പൊ ശരിയായിട്ടുള്ളത്. ഓക്കെ. ബാക്കി 2 എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ചെയ്തു വരുമ്പോൾ കിട്ടും. ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആരംഭിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് തുമ്പ സ്ഥിതി ചെയ്യുന്നു അല്ലെ. ബ്രിക്സ് വായിച്ച് റീകളക്ട് ചെയ്തോ പോവാം. ഇനി നോക്കിക്കേ, ഇത് നമ്മുടെ മാരത്തോണിൽ പറഞ്ഞ ജൂൺ മാസം തുടങ്ങി സെപ്റ്റംബർ വരെ ഉള്ളത്. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ ഉള്ളതാണെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ് അല്ലെ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പം തുലാവർഷമാണ്. ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെങ്കിൽ ഇടവപ്പാതി കാലവർഷം എന്നറിയപ്പെടും. ഓക്കെ. അപ്പം ഈ കാര്യമായ മഴ ഉള്ളപ്പോഴുള്ളതാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് കിട്ടും. ഇനി ടെക്സ്റ്റിൽ തന്നിട്ടുള്ള അതേപോലെ കിടപ്പുണ്ട്. നോക്കിക്കേ, ജൂൺ ആരംഭിക്കുന്നു, എന്നിട്ട് നവംബറിൽ വിളവെടുക്കുന്നു. ഇത് ഖാരിഫ് ക്രോപ്പ് ആണ്. അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്. റിപ്പീറ്റഡാ. ഈ പേജ് പോസ് ചെയ്ത് പഠിച്ചിട്ടേ പിന്നെ ഇങ്ങോട്ട് പോകും. നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോലും ഈ ചോദ്യം ഉണ്ടാവും. അതേപോലെ റാബി ക്രോപ്പ് ഞാൻ മാരത്തോണിൽ ഫുള്ള് പറഞ്ഞു തന്നതാ. മാർച്ചിൽ വിളവെടുക്കുവേ. സെയ്താണെങ്കിലോ എന്തൊക്കെയാ? തണ്ണിമത്തനൊക്കെയാ, അത് ജൂണിലും. ഓക്കെ. ചൂടുള്ള സമയത്താണ്, വേനലിന്റെ ആരംഭത്തിലാണ് ഇത് നടുന്നത്. പഠിച്ചിട്ടേ പോകാവൂ. കാരണം അത് ഒത്തിരി പറഞ്ഞ. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. ഓരോ ലൈക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമായിട്ട് വരും. അതേപോലെ നിങ്ങളുടെ കമന്റ്സ് കണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ വായിക്കുന്നില്ലെന്ന്. ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. സാർ ഇന്ന സംഭവങ്ങൾ ഒഴിവാക്കാവോ, ഇന്ന സംഭവങ്ങൾ ആഡ് ചെയ്യാവോ, അതൊക്കെ സൂപ്പറായിട്ട് ഞാൻ എടുക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് ഓൾറെഡി വേൾഡ് ബെസ്റ്റ് ക്ലാസ് ലെവലാണ്, ഇനിയും വേൾഡ് ബെസ്റ്റ് ആകണം. കൽക്കരിയുടെ ഉന്നതമായിട്ടുള്ള വകഭേദം ഏതാണ്? ഇത് നമ്മുടെ മാരത്തോണിൽ പറഞ്ഞതാ. ബീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റ്യൂമിനസ്, ആന്ത്രാസൈറ്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ബീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അത് കാർബൺ കണ്ടന്റ് കുറവാ. അതിലും കൂടുതലാണ് ലിഗ്നൈറ്റ്, അതിലും കൂടുതലാണ് ബിറ്റ്യൂമിനസ്, അതിലും കൂടുതൽ ആന്ത്രാസൈറ്റ്. ബീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റ്യൂമിനസ്, ആന്ത്രാസൈറ്റ്. ബീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റ്യൂമിനസ്, ആന്ത്രാസൈറ്റ് എന്ന് 10 തവണ പഠിക്കണം. ഇനി ഈ ലിഗ്നൈറ്റ് എവിടെ കൂടുതലുള്ളതെന്ന് ചോദിക്കും. അത് PSC ചോദിക്കുന്നത് നെയ്വേലി. അപ്പം ഏറ്റവും ഉന്നതമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആന്ത്രാസൈറ്റ് ആണ്. എന്നാൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ളതെന്ന് പറയുമ്പോൾ P2 ആണ്. ഓക്കെ. ബീറ്റ്, ലിഗ്നൈറ്റ് 2, ബിറ്റ്യൂമിനസ് 3, ആന്ത്രാസൈറ്റ് 4. ഇത് മാരത്തോണിൽ പറഞ്ഞതാണ്. കേബിൾ ആംജാവും മണിപ്പൂരാണ് കേട്ടോ. കേബിൾ വെക്കണമെങ്കിൽ മണി വേണം, കേബിൾ TV വേണമെങ്കിൽ മണി വേണം എന്ന് ഓർത്താലും മതി. ഇതൊക്കെ കിട്ടും. ഓക്കെ. അത് മണിപ്പൂർ ഓർത്ത് വെച്ചോണം.
കോർബറ്റ് ആണെങ്കിൽ ഉത്തരാഖണ്ഡ് ഇമ്പോർട്ടന്റ് ആണ്. കൻഹ മധ്യപ്രദേശ് ഉണ്ട്, കൻഹ കേട്ടോ. പിന്നെ ആസാമിൽ കാസിറംഗ, മാനസ് ആസാം, കാസിറംഗ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഇതൊക്കെ മാരത്തോണിൽ പറഞ്ഞതാ, നിങ്ങൾ ഇവിടുന്ന് പഠിക്കണം. ഇനി ലഡാക്ക് കേട്ടോ, ഹെമിസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷിയാണെങ്കിലോ മിൽപ്പ എന്നറിയപ്പെടും. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ അടുത്തത് PSC ഇതുമായി ബന്ധപ്പെട്ട് അടുത്തൊരെണ്ണം ചോദിക്കാൻ പോകുന്നത്. ചിപ്കോ 1973 സുന്ദർലാൽ ബഹുഗുണയാണ്. ഓക്കെ, ചിപ്കോ 1973 സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ 1973 അല്ലെ, ചിപ്കോ 1973 സുന്ദർലാൽ ബഹുഗുണ. അപ്പിക്കോ മൂവ്മെന്റ് ഉണ്ട് 1983, പാണ്ഡുരാഗ് ഹെഗ്ഡെ ആണ്. ഓക്കെ ആണല്ലോ. ബിഷ്ണോയ് ഇമ്പോർട്ടന്റ് ആണ്, അമൃത് ദേവി ബിഷ്ണോയ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് 2022-23 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധ പട്കർ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് നിങ്ങൾക്ക് ഈ വർഷത്തെ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവും, ഞാൻ ഉറപ്പ് വരാം, പഠിച്ചിട്ട് പോകണേ. ചിപ്കോ 73, അപ്പിക്കോ 83, ചിപ്കോ 73, അപ്പിക്കോ 83. ഇതിലെ അപ്പിക്കോടെ PSC മിക്കവാറും ചോദിക്കുന്നത് എവിടെയാണെന്ന് അറിയാം, എവിടെ നടന്നു എന്ന്. അത് കർണാടക, നേതൃത്വവാര പാണ്ഡുര ഹെഗ്ഡെ, പഠിച്ചിട്ട് പോകാവോ. ചിപ്കോ 73 സുന്ദർലാൽ ബഹുഗുണ ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പിക്കോ മൂവ്മെന്റ് 83, പിന്നെ കർണാടക പാണ്ഡുര ഹെഗ്ഡേവാണ്. ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ട്, നിങ്ങൾ ഇത് പഠിച്ചിട്ട് ബാക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയല്ലോ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വന സമ്പത്ത് നശീകരണം തടയുന്നതാണ് ലക്ഷ്യം. ക്രിസ്റ്റലൈൻ എന്നൊക്കെ വരുമ്പോഴേ പോയി പേടിക്കണ്ട, പക്ഷെ കായന്തിരശിലകൾ, അതായത് മെറ്റാമോർഫിക് റോക്ക് കേട്ടോ, ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കായന്തിരശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാ? ആ കായന്തിരശില പൊടിഞ്ഞുണ്ടായ മണ്ണ അതേതാ? ലാറ്ററൈറ്റ് സോയിലാണ് അല്ലെ, ചെങ്കൽ മണ്ണാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഓപ്ഷൻ ഇതാണ് ശരി ഉത്തരം. ഞാൻ ഈ ഓപ്ഷൻസ് പറഞ്ഞുതരാം, PSC ഉറപ്പായിട്ട് ഇവിടെ ചോദിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള ചോദ്യം ഇത്. പർവ്വത മണ്ണെന്ന് പറയുമ്പം ജൈവ വൈവിധ്യം, ഓക്കെ, ഏറ്റവും കൂടുതൽ ഓർഗാനിക് മാറ്റർ ഉള്ളത്, ഓക്കെ, ജൈവാംശം, ജൈവവൈവിധ്യം അല്ല പറഞ്ഞ മാറിപ്പോ, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള പർവ്വത മണ്ണാണ്, മൗണ്ടൻ മണ്ണാണ്. ഓക്കെ, ഓർഗാനിക് മാറ്റർ ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ ജൈവാംശം ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിക്കുമ്പോൾ പർവ്വത മണ്ണ. എന്നാൽ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ളത് ചോദിക്കുമ്പോഴാണ് എക്കൽ മണ്ണ് ഫെർട്ടൈൽ ആയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ജൈവാംശം കൂടുതലുള്ളത് ചോദിക്കും പർവ്വത മണ്ണ. ഇതെല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതാണ്. ഇനി ചുവപ്പ് മണ്ണെന്ന് പറഞ്ഞാൽ റെഡ് സോയിൽ ആണ്. ഇതിനെ എന്തൊക്കെ ഒമ്നി ബെസ് ഗ്രൂപ്പ് എന്ന് പറയും, ഒമ്നി ബെസ് ഗ്രൂപ്പ് ആണ്. ഓക്കെ അല്ലേ. പിന്നെ അയൺ ഓക്സൈഡിന്റെ അംശം കൂടുതലാണ് ചുവപ്പ് മണ്ണ്. ഇനി കരിമണ്ണാണെങ്കിലോ ബ്ലാക്ക് സോയില്, റിഗർ അല്ലെങ്കിൽ ചെർണോസം എന്നറിയപ്പെടും. അതേപോലെ കോട്ടൺ കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ഇതാണ്, ബസാൾട്ടിന്റെ അപക്ഷയം മൂലം, ബസാൾട്ട്, അതായത് ആഗ്നേയശില, ഓക്കെ, ആഗ്നേയശില, ഇഗ്നിയസ് റോക്ക് പൊടിഞ്ഞുണ്ടാകുന്നതാണ് കരിമണ്ണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ. എന്നാൽ മാർബിൾ ആണെങ്കിൽ ഏതായിരുന്നു? മാർബിൾ ആണെങ്കിൽ കായന്തിരശിലയുടെ എക്സാമ്പിളുമാണ്. ഓക്കെ, ബസാൾട്ട് അപക്ഷയം മൂലം കരിമണ്ണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. ഇനി ചെമ്പ് കൂടുതലായിട്ടുള്ളത് മധ്യപ്രദേശ്. ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ കാണണേ. താഴ്ന്നിട്ടുള്ളതിൽ ഇന്ത്യയിലെ വിസ്തൃതിയുമായി ബന്ധപ്പെട്ട് അക്ഷാംശ വ്യാപ്തി, അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് PSC 2022 എടുത്തെടുത്ത് ചോദിച്ചു. അത് 30 ഡിഗ്രിയാണ്. ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റൻഷൻ അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് ചോദിക്കും. ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റൻഷൻ ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രിയാണ്, ലോഞ്ചിറ്റ്യൂഡ് ചോദിച്ചാലും 30 ഡിഗ്രിയാണ്. ഇനി ഇവിടെ ആണെങ്കിൽ 8 ഡിഗ്രി 4, 37 ഡിഗ്രി 6 നോർത്ത് ആണ് കേട്ടോ. അക്ഷാംശം ലാറ്റിറ്റ്യൂഡ് ആണ്. താഴ്ന്നിട്ടുള്ള ഇന്ത്യയുമായി ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്നത്, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ട്, ഏറ്റവും കുറവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും, ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയുമാണ്. താഴ്ന്നിട്ടുള്ള ഇന്ത്യയെക്കാളും വിസ്തൃതമുള്ള രാജ്യം ഈ കൂട്ടത്തിൽ ഏതാ? ഈ കൂട്ടത്തിൽ അത് ചൈനയാണ്. താഴ്ത്തുന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. റിപ്പീറ്റഡ് ആണല്ലോ ഇതെല്ലാം അല്ലെ. ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് ഖരേവ? ഖരേവ ഒരു കസേരയുടെ പോലത്തെയാണ് ഖരേവ. ഓക്കെ, കാശ്മീർ ഹിമാലയമാണ്. ടഫ് ചോദ്യം. ഏത് സംസ്ഥാനത്താണ് ലോക്തക് തടാകം? കേബിൾ വേണമെങ്കിലും മണി വേണം, പൈസ. കേബിൾ ലാംജാവോ നമ്മൾ പറഞ്ഞില്ല, നാഷണൽ പാർക്ക്. അതേപോലെ ലോക്കറ്റ് വേണമെങ്കിലും മണി വേണം, പൈസ അല്ലെ. മണിപ്പൂര് ഓർത്തു വെച്ചോണം. ഓക്കെ, ആൻഡമാനിനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. എന്നാൽ ഗൾഫ് ഓഫ് മാന്നാർ 2023 PSC റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും ചോദിക്കും, പാക് കടലെടുക്കും ചോദിക്കും. ഏത് മലനിരയിലാണ് ദൊട്ടാബേട്ട കൊടുമുടി? നീലഗിരിയുമാണ്. ഓക്കെ, ഇവിടെ നൽകിയിട്ടുള്ളതിൽ സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത മലയാളി. ഇത് സാഹിത്യമാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്.
ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്നത്. അതുകൊണ്ട് കോഡ് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ പോലും ഈ അടിപൊളി കോഡ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തന്നത്. നിങ്ങൾ നോക്കുകയും ജ്ഞാനപീഠം നേടിയ മലയാളികൾ ഇതൊന്ന് പഠിച്ചു വെക്കും. ഇനി വരുന്ന ഫ്യൂച്ചർ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ജ്ഞാനപീഠത്തിന്റെ GST ഇല്ലാത്ത കാര്യമുണ്ടോ? ഉണ്ടോ? GST, ജ്ഞാനപീഠത്തിന്റെ GST MD ഓക്കെ ആക്കി. ജ്ഞാനപീഠത്തിന്റെ GST MT ഓക്കെ ആക്കി. ഞാനിങ്ങനെ കോഡ് പറയാറില്ലല്ലോ, പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ. അതുകൊണ്ടാണ് കേട്ടോ. ജ്ഞാനപീഠത്തിന്റെ GST MT ഓക്കെ ആക്കി. ജ്ഞാനപീഠത്തിന്റെ GST MT ഓക്കെ ആക്കി. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, ST തകഴി, MT വാസുദേവൻ നായർ, ഓക്കെ ആക്കി ONV കുറുപ്പ്, ആക്കി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പം ജ്ഞാനപീഠം നേടിയ മലയാളികളെ ഓർത്ത് വെക്കാമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓഡ് 1 ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ. ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ മാരത്തോൺ ഇത് സൂപ്പറായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളിത് പഠിച്ചു വെക്കണം. 1, 3 ആണിക്കൂട്ടത്തിൽ ശരിയായിട്ടുള്ള മാരത്തോൺ കണ്ടിട്ടേ പോകാം കേട്ടോ. 57 കേരള സർവകലാശാലയായി മാറി തിരുവിതാംകൂർ സർവകലാശാല. ഇതും വിത്ത് കോഡ് നമ്മുടെ മാരത്തോണിൽ പറഞ്ഞത് പഠിച്ചിട്ട് പോണേ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്തുമായി ബന്ധപ്പെട്ടതാ? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാ അല്ലെ? ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന August 9 എന്നാൽ ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം ചെയ്തത് 1942 August 8 ആണ്. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി താഴെ പറഞ്ഞാൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത് എവിടെയാണ്? അപ്പൊ നമുക്ക് ഡെൻമാർക്ക്, ഓക്കെ, ഞാൻ ഫെമിലിയർ അല്ലായിരുന്നു ഈ ഓപ്ഷനിൽ ചെയ്തേ. അപ്പൊ ഇത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയെന്ന് പറയാം. നമുക്ക് പറ്റുമോ നോക്കാം. ആദ്യം ഗോവ ഞാൻ കണക്ട് ചെയ്ത് വെച്ചതാ. ഗോവയിലെ ഏത് വിദേശികളായിരുന്നു? ഗോ എന്ന് പറയുമ്പം മലയാളത്തിൽ പറഞ്ഞ പോ അല്ലെ? ഗോ എന്ന് പറഞ്ഞ പോ, അത് ഗോവ പോർച്ചുഗീസ്. ഗോവ പോർച്ചുഗീസ് ആണ്. ഓക്കെ. ഇനി പോണ്ടിച്ചേരി, നമ്മുടെ അടുത്ത് വന്നിട്ട് ഫ്രണ്ട്സ് വന്നിട്ട് പറയടാ പോവാ, നമ്മളെന്ത് പറയടാ പോണ്ട. പോണ്ടിച്ചേരി ഫ്രാൻസ് കേട്ടോ, ഫ്രഞ്ച്. ഓക്കെ, ഫ്രാൻസ്, അത് ഓർത്ത് വെച്ചോണം. അത് രണ്ടെണ്ണം കിട്ടിയല്ലോ. അപ്പൊ ഇതങ്ങ് ആഡ് ചെയ്തോ. ഫ്രാൻകി ബാർ ഡെൻമാർക്ക് കേട്ടോ. ഇത് ന്യൂ ആണ്. ഇതിന് മുന്നേ ഈ ചോദ്യം ഞാൻ കണ്ടിട്ടേ ഇല്ല PSC-യില്. ഫ്രാൻകി ബാർ ഡെൻമാർക്ക് പഠിച്ചു വെച്ചോ കേട്ടോ. ഇനി മുതൽ ചോദിക്കാം. അതാണ് എഴുതി വരുന്നത്. പക്ഷെ ബാക്കി രണ്ടുപേരും റിപ്പീറ്റഡ് ആണ്. ഇനി തെറ്റായിട്ടുള്ള സംഭവം താഴെ തന്നിട്ടുള്ള വില ഏതാ? കുണ്ട്ര വിളംബരം 1809, വേലുത്തമ്പി തളവ. കുളച്ചൽ യുദ്ധം 1741, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ടുള്ളതായിരുന്നു. ഡച്ച് കപ്പിത്താൻ ഡിലിനോയെ തോപ്പിച്ചു. ആറ്റിങ്ങൽ കലാപം 21. കുറിച്യ കലാപം 1812 ആണ് ഈ കൂട്ടത്തില് തെറ്റായിട്ടുള്ളത്. PSC കുറിച്ച് നല്ലപോലെ നോക്കിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിച്ചോണേ. നമ്മൾ പറഞ്ഞ കോഡുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓപ്പറേഷൻ വിജയം വെച്ച് ഇത് ചോദിക്കും. ഇവർ പോയ വർഷവും ചോദിക്കാറുണ്ട്. വായിക്കോ. ഇത് നമ്മുടെ VP മേനോൻ പട്ടേലും നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ചു. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്ത കൃതി കൂട്ടത്തിലേതാ? ദൈവദശകമാണ്. നവമഞ്ചേരി ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു എഴുതിയതാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ട്. തൂവേൽ പന്തികൾ അല്ലെ, സ്വാമി തോപ്പ്, മുന്തിരി കിണർ, സ്വാമി കിണർ എക്സെട്ര, പിന്നെ നിഴൽ താങ്ങൽ, ഇതൊക്കെ നമ്മുടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കേട്ടോ. അത് വൈകുണ്ഠ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പറയുവാണെങ്കിൽ, ചട്ടമ്പി സ്വാമികളുടെ പറയുവാണെങ്കിൽ വേദാധികാര നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത നിരൂപണം, വേദാധികാര നിരൂപണം, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ. ഇനി നമ്മുടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സ്വാമി തോപ്പുണ്ട് അല്ലെ, പിന്നെ തൂവേൽ പന്തികള്, നിഴൽ താങ്ങല്, ഇതൊക്കെ നമ്മുടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നവംബർ 11 മൗലാന അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടത്. ഹേ ഭാഗ് ബംഗാൾ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേപോലെ വന്നിട്ടുള്ളത്. എന്നാൽ ഇതും ഇനി ചോദിക്കും. തെലങ്കാന സമരം, ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ റൈസ് ഉൽപാദനം തെലങ്കാന, റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ്, ചോദിക്കും കേട്ടോ. അപ്പം തെലങ്കാന സമരം, ആന്ധ്രാപ്രദേശ്. നാവിക കലാപം 1946, HIMS തൽവാർ ആയിരുന്നു ആ കപ്പല്. നാവിക കലാപമേ, നേവൽ മ്യൂട്ടണി. നാവിക കലാപം 1946 ബോംബെ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? രാജാറാം മോഹൻ റോയ്. ഇത് നിങ്ങൾ പഠിച്ചോ. ഇനി ഡിഗ്രി ഉൾപ്പെടെയുള്ള, മെയിൻസ് ഉൾപ്പെടെയുള്ള ഏത് ചോദിച്ചാലും ഇത് പഠിച്ചിട്ടേ പോകാവൂ. അതേപോലെ ഈ പ്രിലിംസിന് ഇത് ചോദിക്കാം. ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി നമ്മൾ പഠിച്ചത് 1875. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ കേട്ടോ. അലിഗഡ് പ്രസ്ഥാനം, സർ സെയ്ദ് അഹമ്മദ് ഖാൻ അല്ലെ. അലിയും ആര്യയും തീയിൽ ചാടി നമ്മൾ പറഞ്ഞില്ലേ. അലിഗഡ് സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി, ആര്യ സമാജം 1875. അലിയും ആര്യയും തീയിൽ ചാടി നമ്മൾ പറയാൻ കാരണം ഇതായിരുന്നു, 1875 അല്ലെ. ഓർത്ത് വെച്ചോണേ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭയങ്കര ആത്മീയമായിരിക്കും. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. തിയോസഫിക്കൽ സൊസൈറ്റി 1875. അലിയും ആര്യയും തീയിൽ ചാടി നമ്മളൊരു ലോക്കൽ കോഡ് പറഞ്ഞല്ലോ, അലിഗഡ്
സലീം, ആര്യ സമാജം, തീയിൽ ചാടി തിയോസഫിക്കൽ സൊസൈറ്റി, ഇതെല്ലാം 1875 ആനി ബെസന്റ്. കോമൺവെൽത്ത് ന്യൂ ഇന്ത്യ ആനി ബെസന്റിന്റേതാണ്. INC ആനി ബെസന്റ് പ്രസിഡന്റ് ആയത് എപ്പോഴാ? 1917 കേട്ടോ. ഹിതകാരണി സമാജം, വീരേശലിംഗം. ഹിതകാരണി സമാജം റിപ്പീറ്റഡ് ആണ്. സത്യശോധക് സമാജം, സത്യം പറയട ഫൂലെ എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമല്ലോ അല്ലെ? സത്യം പറയട ഫൂലെ, ജ്യോതിറാവ് ഫൂലെ, സത്യശോധക് സമാജം. എന്നാൽ പ്രാർത്ഥന ആത്മീയമായിരിക്കും. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ. സ്വദേശാഭിമാനി പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ അല്ലെ? വൈക്കം ഹീറോ, വൈക്കം വീരൻ, പെരിയോർ എന്നറിയപ്പെടുന്ന ആരാ? ഇദ്ദേഹമാണ് EV രാമസ്വാമി നായ്ക്കർ. ഇത്ര ഓർത്ത് വെച്ചോളൂ. നമ്മുടെ SNDP ശ്രീനാരായണ ഗുരു അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുമല്ലോ. ഇത് ഇത്രയൊന്നും പഠിച്ചിട്ട് പോകാം, ഒന്നുകൂടെ ബാക്ക് കേട്ടിട്ട് പോകാം, സൂപ്പർ യൂസ്ഫുൾ ആയിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ളത്, ഇത് തെറ്റേതാ? 1993 ഒക്ടോബർ 12 അതുകൊണ്ട് 3 തെറ്റാ അല്ലെ? 3 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതിങ്ങ് പോയി കിട്ടി, എലിമിനേഷൻ ആണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം, 70 വയസ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ്, ഡിഗ്രിക്ക് ഉൾപ്പെടെ ചോദിക്കുന്നതാ. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. പിന്നെ 93 ആക്ട് പ്രകാരമാണ്. നിലവിലത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആരാ? കമന്റ് ചെയ്യണേ. ആദ്യമായിട്ടുള്ളവരുണ്ട്, ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഒത്തിരി കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ എല്ലാം കമന്റ് ചെയ്യണം. ഓക്കെ, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തിനൊക്കെയാ പേടിയുള്ളത് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത് കമന്റ് ചെയ്യണം. എന്തൊക്കെ എക്സാമാണ് നോക്കുന്നത് കമന്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ് ഇനിയും സൂപ്പർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പറയണം. ഓക്കെ. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായത് ആരാ? സോമനാഥ്, ഭുവനേശ്വരി. സ്കിപ്പ് അടിച്ചു പോവാ കേട്ടോ. സയന്റിഫിക് സൊസൈറ്റിയെ പറ്റി SCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് വായിച്ചിട്ടേ പോകുന്നത് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഇത് വായിക്കത്തു പോലും ഇല്ല, നിങ്ങളിത് വായിച്ചിട്ടേ പോകാം. നെയ്ത്താലിൻ റിപ്പീറ്റഡ് ആണ്. മഹാത്മാഗാന്ധി 1937 നൂതന വിദ്യാഭ്യാസം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ ആണോ? ഇതൊന്ന് നോക്കിക്കേ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ കേട്ടോ. വിഷ്ണു കൃഷ്ണ, നിബന്ധമാല റിപ്പീറ്റഡ് ആയിട്ട് വരും, ഇമ്പോർട്ടന്റ് ആണ്. നിബന്ധമാല, മാല ഞാൻ കൊണ്ട് കൃഷ്ണനിടും, കൃഷ്ണൻ വിഷ്ണുവിനിടും, മാല കൃഷ്ണനിടും. നിബന്ധമാല കൃഷ്ണൻ, വിഷ്ണു കൃഷ്ണ. ഇനി മറക്കല്ല. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചില്, വള്ളത്തോൾ നാരായണ മേനോൻ. ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്ത ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു പടം കാണിച്ച്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ, ഈ പ്ലേലിസ്റ്റിലുള്ള 5 നിങ്ങൾ കണ്ടു തീർത്തിട്ട് പ്രിലിംസിന് പോകും. പിന്നെ അതേപോലെ മെയിൻസ് എഴുതുന്നവരുണ്ടെങ്കിലും നിങ്ങൾ ഈ 5 കണ്ടു തീർത്തിട്ട് പോകണം. അടുത്ത എക്സാമുകൾക്ക് എല്ലാം ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. ഇത് വായിച്ചിട്ട് പോണേ. ഇനി ഘോര ഗീതാഞ്ജലി, ടാഗോർ, ഘോര ഗീതാഞ്ജലി. എന്നാൽ ഖോദാൻ ആണെങ്കിൽ പ്രേംചന്ദ്, കേട്ടോ. ഖോദാൻ ആണെങ്കിൽ പ്രേംചന്ദ്. ഘോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ. പിന്നെ കുയിൽപ്പാട്ട്, കണ്ണൻ പാട്ട്, പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതി. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ടത് 1812 ലഹള ഉണ്ടായത്. ഓക്കെ, ഇവിടെ ശരിയാണ് വേണ്ടത്. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗം, കൺഫ്യൂഷൻ, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. പ്രധാന നേതാവ് രാമൻ നമ്പിയായിരുന്നു. ഓക്കെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതിയാണ് കാരണം. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ വായിച്ചിട്ട് വന്നത്. അപ്പൊ 1, 3, 4 ഉണ്ട് എന്തായാലും. 1, 3, 4 ഇതിൽ വരും, ഇതിലില്ല, ഇതിൽ വരും, ഇതിലില്ല. ഓക്കെ. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇത് ടഫായി കഴിഞ്ഞു. കാരണം ഈ ഒരു ചോദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറിച്യയിൽ നമുക്കറിയാം ഈ കുംഭാര എന്നുള്ളത് ഇവിടെ തെറ്റാണ്. അതുകൊണ്ടാണ് ഇത് തെറ്റായി പോകുന്നത്. അതുകൊണ്ട് ഇത് ഒത്തിരി പേർക്ക് തെറ്റാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. തെറ്റാൻ നല്ലപോലെ ചാൻസ് ഉണ്ടാവും. കാരണം ഈ ഒരു ഓപ്ഷനിൽ വന്നു നിന്നാൽ ഈ 2 എണ്ണത്തിൽ വന്ന് നിൽക്കുവാണ്. ഭയങ്കര ടഫുമാണ്. ഈ കുംഭാര എന്നുള്ളത് ഓർത്തോണം, ഈ കൂട്ടത്തിൽ പെടുന്നതല്ല. അതുകൊണ്ടാണ് ഈ ഉത്തരം വന്നത്. തെറ്റാൻ ചാൻസ് ഉള്ളവരുമായിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികത കേരളീയ സുഗുണബോധിനി അല്ലെ? നല്ല സുഖമാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ, ഓർത്താൽ മതി. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ടത് എന്താ? 1950 അല്ലെ നിലവിൽ വന്നു. ശരി. സർക്കാരിയ കമ്മീഷനല്ല, സ്വരൺ സിംഗ് കമ്മീഷൻ. അതുകൊണ്ട് 2 ഉള്ളതെല്ലാം തെറ്റാണ്. കാരണം ശരി ചോദിക്കുമ്പോൾ തെറ്റ് ക്യാൻസൽ ചെയ്ത് കളയല്ല, അപ്പോഴേ ഇത് കിട്ടി. എന്നാലും 3 വായിക്കാം. 1976 42 ഭേദഗതിയിലാണ് 10 എണ്ണം കൂട്ടിച്ചേർത്തത്. പിന്നെ 86 ഭേദഗതിയിൽ 1 കൂടെ കൂട്ടിച്ചേർത്ത് അല്ലെ? 6 നും 14 പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധ സൗജന്യമായ വിദ്യാഭ്യാസം അല്ലെ? ഞാൻ ഈ പറയുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട് തോന്നും. നിങ്ങൾ ഒന്ന് ഓർത്തോണം, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കണ്ടന്റുകൾ പറ്റുന്നത്രയും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. നേരത്തെ എടുക്കുന്ന ക്ലാസ്സുകൾ, മാരത്തോണുകൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു തീർക്കണേ. അതോടെ നിങ്ങൾക്ക് ബൈഹാർട്ടാവും. നിങ്ങൾക്ക് പഠിക്കുന്ന പെർസ്പെക്റ്റീവേ മാറും, ഞാൻ ഉറപ്പ് തരാം. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള നോക്കണം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഹിന്ദി ഭാഷയിൽ രചിക്കപ്പെട്ടു അല്ല, സംസ്കൃത ഭാഷയാണ് അല്ലെ? ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണോ? അപ്പൊ 2 ഉള്ളതെല്ലാം ക്യാൻസൽ ആയി പോകും. ദേശീയ ഗാനത്തിനൊപ്പം തുല്യമാണ് അല്ലെ? ഈ വന്ദേ മാതരത്തിന്റെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്?
65 സെക്കൻഡ് ആണ് അല്ലെ. ജനഗണമനയാണെങ്കിലോ 52 സെക്കൻഡ്, കണ്ടൻസ്ഡ് ആണെങ്കിൽ 20. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന റിപ്പീറ്റഡ് അല്ലേ. രാജസ്ഥാനിലാണ്. മസ്തർ കിസാൻ ശക്തി സംഘടനയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 1, 2, 3 ഉണ്ട്. മനുഷ്യാവകാശം വിവരാവകാശം ചോദിക്കാത്ത എക്സാമുകളില്ല. കാരണം നിങ്ങൾ പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം. എക്സാമിനും മൊത്തത്തിൽ അറിഞ്ഞു വെക്കണം. ഏത് എക്സാം എഴുതിയാലും ഇല്ല. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാട്, ചേലക്കര അല്ലെ. ആ അടുത്ത് 25 മുതൽ 28 വരെ എന്തായത് ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ളതാ. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഇതില് പെടാത്തത് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം 25 പറഞ്ഞിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശമുണ്ട്. ഓക്കെ, അത് 28 തോന്നുന്നു. ഓക്കെ, അതുണ്ട്. 25 മുതൽ 28 പറയുന്നത്. ഗവൺമെന്റിന്റെ ഉടമസ്ഥ 28 അല്ലാതെ അത് 27 26 ആണ്. നിങ്ങൾ കമന്റ് ചെയ്യണേ. 26 26. ഓക്കെ, ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന 27 തോന്നുന്നു. 28 എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു മതത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇല്ലല്ലോ, ഇല്ല. എന്നാൽ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കുമ്പോഴേ അത് ഏത് മാനേജ്മെന്റ് ആണോ, അതായത് മുസ്ലിം മാനേജ്മെന്റ് ആണോ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണോ, അതോ ഹിന്ദു മാനേജ്മെന്റ് ആണോ, ഏത് നടത്തിയാലും ആ ഒരു ഈശ്വര പ്രാർത്ഥന കാണും. അപ്പൊ അതിനുള്ള അധികാരം കൊടുക്കുന്നതും കൊടുക്കാത്തതുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ഇത് 28:1 പറയുന്നു. എന്നാൽ മാനേജ്മെന്റ് സ്കൂളുകളിലെ അവിടെ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രാർത്ഥനകൾ പറ്റും. അത് 28:2 പറയുന്നു കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കൂ. കാരണം ഇതൊരു പ്രിലിംസിന് ചോദിച്ചു. അത് ഓവറായിരുന്നു, ഭയങ്കര കൂടിപ്പോയി ആ ചോദ്യം അവിടെ കേട്ടോ. അപ്പം ശരി, ഇതും ശരിയാണ്. ഇത് 3. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ 29 30 വരുന്നതാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തില് തെറ്റായിട്ടുള്ളത് ഇതാണ്. 29 30 ന്യൂനപക്ഷങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിക്സിന്റെ സമ്മേളനം 2024 നടന്നത് എവിടെ? റഷ്യയാണ്. ഓക്കെ അല്ലെ. 2009 സ്റ്റാർട്ട് ചെയ്തെന്നുള്ള മറക്കല്ലേ. ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി കേരളത്തിലെ ഏതാ? പള്ളിവാസൽ 1940 അല്ലെ. പിന്നെ ശങ്കുളം 1954 രണ്ടാമത്തേതാണ്. ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. പിന്നെ മലബാറിലത്തേതും ഒക്കെ നമ്മൾ പറഞ്ഞു. മാരത്തോൺ അത് കാണണേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കായന്ത്രശിലയാണ്. മെറ്റാമോർഫിക് റോക്ക് ആണ്. അതിന്റെ എക്സാമ്പിൾ മാർബിൾ ആണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് ഈ കായന്ത്രശില പൊടിഞ്ഞുണ്ടാകുന്ന ലാറ്ററൈറ്റ് മണ്ണാണ്, ചെങ്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫെർട്ടൈൽ ആണ്. പർവ്വത മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജൈവാംശം കൂടുതലാണ്. ചെമ്മണ്ണ് എന്ന് പറയുമ്പോഴത്തേക്കും അയൺ ഓക്സൈഡ് കൂടുതലാണ്. ഒമ്നിബസ് ഗ്രൂപ്പ് എന്ന് പറയും. കറുത്ത മണ്ണാണെങ്കിൽ റിഗർ അല്ലെങ്കിൽ ചെർണോസം എന്നറിയപ്പെടും. കോട്ടൺ ആൻഡ് ഷുഗർ കെയിനൊക്കെ അതും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ളത് ഇത് തന്നിട്ടുണ്ട്. നിങ്ങളിതൊന്ന് വായിച്ചിട്ട് പോകാവോ? വായിച്ചിട്ട് പോയാൽ മതി കേട്ടോ. വായിച്ചിട്ട് പോണേ. ഇതും വായിച്ചിട്ട് പോണേ. വായിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം. ഇതൊക്കെ നമ്മൾ അതേപോലെ പറഞ്ഞ സിമ്പിളുവാ. ഓക്കെ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. ഓക്കെ, 56 രൂപീകരിച്ചപ്പോ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? അതെ, ജില്ലകളൊന്ന് കമന്റ് ചെയ്യാവോ? ആരെങ്കിലും കമന്റ് ചെയ്യണേ. ആരെങ്കിലും അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒത്തിരി കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പി അത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ് പ്രൊമോട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വാ പഠിക്കുക, വാ പഠിക്കുക, ഇതൊക്കെ ഒന്ന് നടക്കും, കിട്ടും, അങ്ങനെ ഇങ്ങനെ തള്ളിയാണെങ്കിലും പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവുമായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ ആരുമായി ബന്ധപ്പെട്ടതാ? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ബാക്കി ഇവരെ പറ്റിയൊക്കെ ഉള്ളതെല്ലാം മാരത്തോണിൽ പറഞ്ഞ് പഠിക്കണം. റെഡ് ഡേറ്റ ബുക്ക് പറമ്പിൽ പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അതേപോലെ വന്നില്ലേ? ആണ്. ഇനി ഇതൊന്ന് പഠിച്ചേ. ആത്മവിദ്യാ സംഘം. ആത്മസുഖം കിട്ടണമെങ്കിൽ നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതി, വാഗ്ഭടാനന്ദൻ അല്ലെ. ആത്മവിദ്യാ സംഘം. പിന്നെ പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ്. വൈകുണ്ഠ സ്വാമികൾ നോക്കിക്കേ, വൈകുണ്ഠ ടെക്സ്റ്റ് ആണിത്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികളുടെ പേര് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? തൂവൽ പന്തികള്, സ്വാമിത്തോപ്പം, മുന്തിരി കിണറ്, സ്വാമി കിണറ് ഇല്ലേ, നിഴൽ താങ്ങല്, സമത്വ സമാജം, സമപന്തി ഭോജനം, ഇതെല്ലാം വൈകുണ്ഠ സ്വാമികളുടേതാണ്. അപ്പൊ ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും തന്നെ ചോദിക്കും. ചട്ടമ്പി സ്വാമികളുടെ ആണെങ്കിലോ ബാല്യകാല നാമം എന്താ? കുഞ്ഞൻപിള്ള. യഥാർത്ഥ പേര് അയ്യപ്പനുമാണ് അല്ലെ.
ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത നിരൂപണം, പ്രാചീന ഭാഷ, ആദി ഭാഷ പ്രാചീന മലയാളം. കേട്ടോ, ഇതൊക്കെ നമ്മുടെ ചട്ടമ്പിസ്വാമികളുടേതാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ, അത് അമലോദ്ഭവദാസ് സംഘം ചോദിക്കാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെതാണ്. അയ്യങ്കാളിയുടേതാണെങ്കിലോ സാധുജന പരിപാലന സംഘം 1907. 1938 അത് പുലയ മഹാസഭയായി മാറി, അല്ലെ? സാധുജന പരിപാലന സംഘം. വക്ക അബ്ദുൽ ഖാദർ മൗലവി, നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അൽ ഇസ്ലാം, മുസ്ലിം ഒക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. എന്നാലോ അൽ അമ്മീൻ ആണെങ്കിലോ അബ്ദുറഹ്മാന്റേതാണ്, അല്ലെ? തിരുവനന്തപുരം മുസ്ലിം മഹാജനസഭ. മുസ്ലിം എന്നൊക്കെ തുടങ്ങുന്ന എന്തൊരു പരിധിവരെ കേരളത്തിൽ ചോദിച്ചാലും വക്കം മൗലവിക്ക് നിങ്ങൾ കൊടുത്തോ, കാർക്ക് കുത്തിക്കോ. വാഗ്ഭടാനന്ദൻ, നല്ല വാക്ക് പറഞ്ഞാൽ ആത്മസുഖം കിട്ടും, ആത്മവിദ്യാസംഘം, അല്ലെ? പ്രീതിപ്പെടും, നല്ല വാക്കുകൾ പറഞ്ഞാൽ വാഗ്ഭടാനന്ദൻ. പ്രീതിഭോജനം. സഹോദരൻ അയ്യപ്പൻ, സഹോദര പ്രസ്ഥാനം. പിന്നെ വിദ്യാഭൂഷണി സഭ, വിദ്യാഭൂഷണി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. പണ്ഡിത് കറുപ്പൻ, അരയ സമാജം. ബാക്കിയുള്ളവരുടെ ഒക്കെ അറിയാലോ. ഇമ്പോർട്ടന്റ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഞാൻ ഇത് പറഞ്ഞതാണ്. ഇനി റാണി ഗൗരി പാർവതി ഭായ്, പാർവതി പ്രാഥമിക വിദ്യാഭ്യാസം, പാർവതി പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞതാണോ? ഇതാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണെങ്കിലോ അടിമ കച്ചവടം നിർത്തലാക്കി. 1,00,000 രൂപയ്ക്കാണ് ഒരു അടിമയെ മേടിച്ചുകൊണ്ടിരുന്നത് ഓർത്ത. റാണി ഗൗരി ലക്ഷ്മി ഭായ് അടിമ കച്ചവടം നിർത്തലാക്കി. ഓക്കെ. യോഗക്ഷേമ സഭ, യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ട? VT ഭട്ടതിരിപ്പാടാണ്, അല്ലെ? സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി, സാധുജന പരിപാലന സംഘം 1907. യോഗക്ഷേമ സഭ 1908. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909. ഓക്കെ ആണോ? ഇത്ര പേരുടെ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? ബാക്കി ക്ലാസ് കാണാം, അതുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 61. പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? പയ്യന്നൂരില് നെഹ്റു ആണ്. പയ്യൻ നെഹ്റു, അല്ലെ? ഗാന്ധിജിയുടെ ചോദിച്ച ഓർമ്മയുണ്ടോ? 1924 ഇദ്ദേഹം അധ്യക്ഷനായിട്ടുള്ളത്. ഓക്കെ. INC സമ്മേളനത്തിൽ ആദ്യം പങ്കെടുത്ത മലയാളി GP പിള്ള. ഇനി INC സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയത് C ശങ്കരൻ, അല്ലെ? ഇനി അയത്തുശാണ പ്രമേയം അവതരിപ്പിച്ചത് TK മദൻ 1924. ഈ ക്ലാസ്സുകൾ കാണാത്തവരുണ്ട്, നിങ്ങളിത് കണ്ടു തീർക്കണം, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണിത്, കേട്ടോ. ഇനി നോക്കിക്കേ, ചേറ്റൂർ ശങ്കരൻ നായർ, ഗാന്ധിജി ആൻഡ് അനാർക്കി. ഓക്കെ. പൂക്കോട്ടൂർ യുദ്ധം എന്തുമായി ബന്ധപ്പെട്ട? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാ. ഇമ്പോർട്ടന്റ് വായിച്ചിട്ടേ പോകാവൂ. 1809 കുണ്ട്ര വിളംബരം, പഴശ്ശിരാജ. വേലിത്തമ്പി ദളവ, അല്ലെ? പഴശ്ശിരാജയുടെ ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെയായിരുന്നു. രണ്ടാമത്തെ പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയായിരുന്നു. ഓർത്ത് വെച്ചോണം. മാർത്താണ്ഡ വർമ്മൻ ഡച്ചുകാരുമായിട്ടുള്ള നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. 1741 അതോടുകൂടി ഡച്ച് ഭരണം ഇവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞു, കേട്ടോ. ഉടമ്പടി, ഏത് ഉടമ്പടി കാരണം അവസാനിച്ചെന്ന് ചോദിച്ചാൽ മാവേലിക്കര ഉടമ്പടി. ഏത് യുദ്ധം കാരണം എന്ന് ചോദിച്ചാൽ കുളച്ചിൽ യുദ്ധം. മാർത്താണ്ഡ വർമ്മയായിരുന്നു ലീഡർ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഇതും നോക്കിക്കേ, ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാ, പക്ഷേ ഡിഗ്രി ലെവലിൽ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ട, ഒന്നുമില്ലെങ്കിലും വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകളിൽ ബന്ധപ്പെടാത്തതെന്നായിരുന്നു അന്ന് ചോദിച്ച ചോദ്യം. അത് ഭയങ്കര ടഫ് ചോദ്യമായിരുന്നു. അത് ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. അനുശീലൻ സമിതിയാണെങ്കിൽ വീരേന്ദ്ര കുമാർ ഘോഷ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ 1913 സാൻ ഫ്രാൻസിസ്കോ. റിപ്പീറ്റഡ് ചോദ്യമല്ലേ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ. ഇവിടെ നിന്ന് തന്നെ ചോദ്യം വരും. ഇത് റിപ്പീറ്റഡ് ആയി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നെയും പറയാത്തത്. 59 ധാരാസ്മയില് ജെയിംസ് ധാര കയർ ഫാക്ടറി എവിടെയാ? ആലപ്പുഴ. ധാരാസ്മയിൽ കയർ ഫാക്ടറിയാണ് 1859. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആണ്. 1932 C കേശവനുമായി ബന്ധപ്പെട്ടതാണ്. കേരള PSCയുടെ രൂപീകരണത്തിന് കാരണമായതും ഇതാണ്. കോഴഞ്ചേരി പ്രസംഗം 35 നടത്തിയത് C കേശവനാണ്. ഇത്രയൊക്കെ അല്ലേ. കീഴരിയൂർ ബോംബ് കേസ് 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതാണ്. കീഴരിയൂർ ബോംബ് കേസ് KB മേനോനാണ് നേതൃത്വം. അത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട, അല്ല ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. പുന്നപ്ര വയലാർ സമരം 1946 അല്ലെ. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടൽ സാർ CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു നടന്നത്. മലയാളി മെമ്മോറിയൽ GP പിള്ള നേതൃത്വം നൽകി 1891. അത് കഴിഞ്ഞ് ഇഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപു നേതൃത്വം നൽകി 1896. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കൂ.
ഇത് ഇവിടെ നിങ്ങൾക്ക് എന്തോ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ഇവിടെ ചോദിച്ചിട്ടുള്ളത് കുണ്ടറ സിറാമിക്സ് ചോദിച്ചിട്ടുണ്ട്, കൊല്ലം, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം പോട്ട്, പിന്നെ പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. ഇത് നിങ്ങൾ അതുകൊണ്ട് വായിച്ചിട്ടേ പോകാവൂ. ഇവിടെ നിന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനിയുള്ള പല എക്സാമ്പിൾക്കും ഞാൻ റെഫർ ചെയ്യും ക്ലാസ്, കാരണം ഈ ഭാഗത്തു നിന്നൊക്കെ ആ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് ഡിഫിക്കൽറ്റി കൂടിയും കുറഞ്ഞും വരാം. വൈക്കം സത്യാഗ്രഹം 1924 അല്ലെ, നേതൃത്വം നൽകിയതാര? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പങ്കെടുത്ത നേതാക്കളെ PSC ചോദിക്കും. ബാഹുലേൻ, കുഞ്ഞാപ്പി, പിന്നെ ഗോവിന്ദ പണിക്കർ എന്നീ 3 പേരാണ് കേട്ടോ. ബാഹുലേൻ, കുഞ്ഞാപ്പി, പിന്നെ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന നേതാക്കൾ. എന്നാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായ TK മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചതാര? മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗമാര? മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മലയാളത്തിൽ പ്രസംഗിച്ചതാര? മന്നത്ത് പത്മനാഭൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണപരിഷ്കരണം ഉണ്ടായിരുന്നു, കൂടിയായ്മ പ്രശ്നം ഉണ്ടായിരുന്നു, ഖിലാഫത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു, ജനസംഖ്യാനുപാത സംവരണം ഇല്ലായിരുന്നു. ഇതൊന്നും എവിടെയും പഠിക്കുന്നില്ലെങ്കിൽ പോലും ഇതൊന്നും നമുക്കൊന്ന് ഊഹിച്ച ഒരു പരിധി വരെ ഇത് കിട്ടും ഇല്ലേ? മലയാള ഭാഷ ആദ്യം നിഘണ്ടു, ഇതൊക്കെ നമ്മുടെ മാരത്തോണിൽ പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞതാ. അതുകൊണ്ട് നിങ്ങൾ അത് കാണണം, ഉറപ്പായിട്ടും അത് യൂസ്ഫുൾ ആയിട്ട് കിട്ടും. അർണോസ് പാതിരി പാതിരാത്രി ഇരുന്നാണ് നിഘണ്ടു നോക്കുന്നത്. ചുമ്മാ പറയത്തില്ല അമ്മയൊക്കെ. വെട്ടം ഇല്ലാത്തടത്തിരുന്നാണ് നിഘണ്ടു നോക്കുന്നത്, പാതിരാത്രി ഇരുന്നാണ് നിഘണ്ടു നോക്കുന്നത്. അർണോസ് പാതിരി ആദ്യം നിഘണ്ടു, അതേപോലെ കോഡ് വെച്ച് ബാക്കിയുള്ളവരുടെയും പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇച്ചിരി സമയം എടുത്താൽ ഇത് വായിക്കണം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ പേര് മാത്രം വായിച്ചാലും മതി. മടി ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി സാറ് പറഞ്ഞതിന്റെ ഒരു വായിക്കാന്ന് പറഞ്ഞ് വായിക്കണം. നിങ്ങളത് അത്യാവശ്യമാണ്, ഇമ്പോർട്ടൻ്റ്. ഡിഗ്രി ലെവലായാലും മെയിൻസിനായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. നമ്മൾ അതിന്റെ പ്ലേലിസ്റ്റുകളിൽ ഈ ക്ലാസ് കൊടുക്കും. ഇത് ഫുള്ള് വായിച്ചിട്ട് പഠിച്ചു പോകുന്ന ഞാൻ പറഞ്ഞില്ല. ഇതിൽ ഓൾമോസ്റ്റ് ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാ, റിവിഷൻ കിട്ടും. അപ്പൊ ഇത് വായിച്ചിട്ട് പോകുമല്ലോ അല്ലേ? അപ്പൊ ഇതുകൂടെ നോക്കിക്കേ. ആര്യ സമാജം, അലിയും ആര്യം തീച്ചാടി 1875, സ്വാമി ദയാനന്ദ സരസ്വതി, ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ ആണ്. ഒന്നുകൂടെ റിവിഷൻ ആയിട്ട് തന്നതാ, കാരണം ഒന്ന് മറന്നു കാണും. അപ്പൊ ഇങ്ങനെ പഠിച്ചു പോകണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ട അടുത്ത എക്സാംസിനുള്ളത് എല്ലാം ഞാൻ തരാം. ക്ലാസ് ഇഷ്ടപ്പെട്ട ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒന്നും പറയണല്ലോ. ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.